ഹായ് ഗായ്സ്, അങ്ങനെ കുറെ നാൾക്ക് ശേഷം നമ്മുടെ ക്രിക്കറ്റ് ചരിതം രണ്ടാം ഘട്ടം വീണ്ടും എടുക്കുകയാണ്. അതൊരു IPL സീസണില്. അതെ അതെ, നമ്മളൊരു 3 മാസം മുമ്പ് ഒരു പോഡ്കാസ്റ്റ് എടുത്തായിരുന്നു, ക്രിക്കറ്റ് പോഡ്കാസ്റ്റ്. പക്ഷെ അത് പൂർത്തിയാക്കാൻ നമ്മുടെ ഹാഷിം അനുവദിച്ചില്ല. ഹാഷിം സമ്മതിച്ചില്ല. ഇടയ്ക്ക് വെച്ച് ഇറങ്ങി പോവാൻ പറഞ്ഞു നമ്മുടെ അടുത്ത്. എനിക്ക് മനസ്സിലായില്ലേ അന്ന് ടർഫിൽ വെച്ച് പറഞ്ഞപ്പോഴേ നിന്റെ ലൊക്കേഷൻ ആയതുകൊണ്ട് നീ ഇറക്കി വിട്ടു. സമയം തീർന്ന് ഇറങ്ങി പോടാന്ന് പറഞ്ഞു. നിങ്ങള് രാത്രി 11 മണി കഴിഞ്ഞോണ്ടാണ് ഞാൻ ഇറങ്ങി പോകാൻ. പക്ഷെ അതൊക്കെ നമ്മളുടെ NYC. അതെ അതെ, ഏത് സമയത്ത് സമയത്തും പാതിരാത്രി നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന കോള് വരുമ്പോ എടുക്കണ്ട കേട്ടോ, ഇറങ്ങി പോവാൻ പറയണമായിരിക്കും. ഇല്ല, അവ എപ്പോഴും നമുക്ക് വേണ്ടി വെൽക്കമിങ് ആണ്. ഭയങ്കര മറ്റേ 11 മണിക്കും 10:30 ഇറക്കി വിടൂല നമ്മളെ. ശരി താങ്ക് യു NYC. അപ്പം അല്ല, ഇതാണ് ഒരു കറക്റ്റ് സമയം തോന്നുന്നു ക്രിക്കറ്റിന്റെ അടുത്തൊരു പോഡ്കാസ്റ്റ് എടുക്കണമെങ്കിൽ. കാര്യം IPL ഇപ്പൊ നല്ല പൊങ്ങി വന്നോണ്ടിരിക്കുകയാണ്. ഒരു ഫസ്റ്റ് ക്വാർട്ടർ ഏതാണ്ട് കഴിഞ്ഞു. അല്ല, നമ്മൾ ഒരു ടീം ഒരു 4 കളിയല്ലേ കഴിഞ്ഞോളൂ. അല്ലല്ല 5 കളി 5-6 കളി കഴിഞ്ഞ 14 ഗെയിമല്ലേ കളിക്കുന്നത് ഒരു ടീം. ഏതാണ്ട് തീരെ പകുതി ആറായി. ഏകദേശം ഒരു 30% ഇപ്പം സെറ്റ് ആയിട്ടുണ്ട്. അതെ, അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത നമ്മളെ വിനുവിന്റെ ടീമാണ് അല്ലേ, CSK. ഇന്നലത്തെ കളിയും കൂടെ ആയപ്പോഴത്തേക്ക്. നീ ഏത് ടീമിനെയാണ്? പഞ്ചാബ്. ഇപ്രാവശ്യം മാറി. അതിന്റെ മുഖത്തുണ്ട് ആദ്യമായിട്ടാണ്. പഞ്ചാബ് അഭിമാനം കേട്ടിട്ടുണ്ട്. തുടങ്ങിയ സമയത്ത് ഡൽഹി ഡെയർ ഡെവിൾസ് ആയിരുന്നു, സേവാഗ് ഉള്ളോ. സേവാഗ് പിന്നെ പഞ്ചാബിലോട്ട് വന്നപ്പോ പഞ്ചാബായി. പിന്നെ സേവാഗ് പോയി എന്ന് പറഞ്ഞു നമ്മൾ IPL വിടാൻ അല്ല, പിന്നെ ഗെയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പഞ്ചാബ് കണ്ടിന്യൂ. പക്ഷെ അന്ന് എന്നും പഞ്ചാബ്. പഞ്ചാബില് മറ്റേ ഷോൺ മാർഷ് ഉണ്ടായിരുന്നു. ഷോൺ മാർഷ് ഭയങ്കര ഒരു ടൈമില് മറ്റേ ഓറഞ്ച് ക്യാപ്പ് വിട്ടുകൊടുക്കാൻ ഭയങ്കര ലീഡായിരുന്നു. 2015 തോന്നുന്നു ഫൈനലിലെത്തി. KKR ആയിട്ടൊരു ഫൈനലൊക്കെ ഉണ്ട്. മില്ലർ മാക്സ്വെൽ ഷോ എന്ന് പറഞ്ഞിട്ട് ആ സീസൺ ഫുള്ള് ഒരു രണ്ടുപേരും നല്ല ഫോമിലായിരുന്നു. അതൊരു സീസൺ ആയിരുന്നു. അല്ല, ഇപ്പോഴത്തെ സീസണെ കുറിച്ച് പറഞ്ഞു. നമുക്കിപ്പോ സ്പെസിഫിക്കലി പറയേണ്ടത് ലെജൻസിനെ കുറിച്ചാണ്. 2025 പറഞ്ഞാൽ മതി. അല്ല എടാ, IPL കുറിച്ച് പറയുന്നതിന് മുമ്പ് അതിനു മുമ്പുള്ള ലേലത്തിനെ കുറിച്ച് പറയണം. ആ ടീം എടുത്തില്ലേ, അതില് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ടീം ഇത് ചെയ്തതാരെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വേർസ്റ്റ് ആയിട്ട് എടുത്തത് എനിക്ക് തോന്നിയത് രാജസ്ഥാൻ. എക്സാക്ട് കളഞ്ഞു കുളിച്ചു, ഉള്ളതിലെല്ലാം കളഞ്ഞു കുളിച്ചിട്ട്. നല്ല ടീമായിരുന്നു, 2 വർഷം വരെ അടിപൊളി ടീമായിരുന്നു, സെറ്റ് ടീമായിരുന്നു. അത് പക്ഷേ ആ സെറ്റ് ടീം അങ്ങ് പൊട്ടിച്ചു കളഞ്ഞു. എന്തിനാണല്ലോ. പക്ഷേ രാജസ്ഥാന് കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴും തീരെ മോശം പറയാൻ പറ്റൂല. തീരെ മോശം ടീമല്ല. പക്ഷെ എന്നാ CSK അതുപോലെയാണല്ലോ. CSK വെറ്ററൻസ് ടീമാണ്, ലെജൻസ് മാത്രം കളിക്കുന്ന ഒരു ടീമാണ്. എടാ അങ്ങനെയല്ലടാ, അവര് എടുത്തേക്കുന്ന ടീം അല്ല, ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ ത്രിപാഠി അവനൊക്കെ കുറെ വർഷമായിട്ട് ഫോം ഔട്ടാ. അതുപോലെ തന്നെ വിജയ് ശങ്കർ കൂടെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി. ആക്ച്വലി CSK'താണ്. എടാ മുമ്പൊക്കെ എല്ലാരും പറയും CSK മറ്റേ ഭയങ്കര മാനേജ്മെന്റ് ആണ്, നമ്മളാരും ചിന്തിക്കാത്ത അവര് അത് ഇത് അന്ന് മറ്റേ അല്ല. പക്ഷെ CSK കഴിഞ്ഞ പ്രാവശ്യം മോയിൻ അലി ഇപ്പൊ നന്നായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇങ്ങനെയുണ്ടല്ലോ KKRന്റെ ക്യാപ്റ്റൻ രഹാനെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ സീസണിലത് സെലക്ഷൻ മോശമാണെന്ന് എനിക്ക് തോന്നില്ല. ഇപ്രാവശ്യം ഈ ടീമിലും മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മോശമായിട്ട് തോന്നിയില്ലേ? തോന്നാത്ത ടീമിൽ ഞാൻ ഋതുരാജ് കളിക്കുന്ന, റച്ചിൻ അടിപൊളിയായിട്ട് കളിക്കുന്ന ആളാണ്, കോൺവേ കളിക്കുന്ന ആളാണ്, ജഡേജ, ധോണി പറയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ 6 ഗെയിം കണ്ടപ്പോഴേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ധോണി ഇപ്പം കഴിഞ്ഞ പഞ്ചാബിന്റെ കളിയിൽ തന്നെ ആകെ ഹോപ്പ് ഉണ്ടായത് ധോണി വന്നതിന് ശേഷമാണ്. ബാക്കി ഏതെങ്കിലും മാറ്റി വെച്ച് കളിക്കാൻ പറ്റുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല CSK ടീമിലുണ്ടോ. ഇല്ല. കൂടെയാണെങ്കിൽ പോലും വളരെ മോശമായിട്ടാണ് കളിക്കുന്നത്. പക്ഷേ ധോണി ഇപ്പോഴും കളിക്കണമെന്നാണ് നീ പറയണത്? ഇപ്പോഴും കളിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവരുടെ ടീമില് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ധോണിയാണ് കുറച്ചെങ്കിലും കളിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അതല്ലടാ, രണ്ട് കാര്യമാണ്. ഒരു കളിയെ കണ്ടിട്ടുള്ളൂ, സമ്മതിച്ചു, അത് ഞാൻ സമ്മതിച്ചു. CSK ടീമില് പുള്ളിനെ എപ്പോഴും ഇങ്ങനെ ഈ ഒരു ഇത് അറ്റാക്ക് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവും. ആ ടീം മൊത്തത്തിൽ പാളിച്ചയാണ്. ധോണി എന്നുള്ള ഫാക്ടർ മാത്രം അറ്റാക്ക് ചെയ്യുന്നതിനോട് ആ ധോണി ഇറങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതാണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും കഴിഞ്ഞ വർഷവും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു.
പക്ഷെ ആ ടീം കുറച്ചും കൂടെ സെറ്റ് ആയതുകൊണ്ട് സെറ്റ് ആയിരുന്നു. ആദ്യമൊക്കെ നല്ല കളിക്കുമായിരുന്നു, പവർ പ്ലേ നല്ല രീതിയിൽ കളിക്കുമായിരുന്നു, ഡിസ്റ്റേസ് ചെയ്യാൻ വലിയ കുഴപ്പമില്ല. ഇത് മൊത്തത്തിൽ അത് ദുരന്തമായിട്ട് മിഡിൽ ഫസ്റ്റ് ഉണ്ടല്ലോ ടോപ്പ് ഓർഡർ തന്നെ തകർന്നു പോകും. അതുകൊണ്ടാണ് ധോണിക്ക് ഇറങ്ങാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് വിമർശനങ്ങൾ. അല്ലടാ, ഈ ധോണി വിമർശിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ലടാ. ഇപ്പൊ ധോണി കളിക്കണുണ്ട്. ധോണി ഇപ്പം ഇതിന് ഉന്നത കളി പഞ്ചാബിന്റെ കൂടെയുള്ള കളിയിലും ധോണി എത്ര ബോളിൽ എത്ര എടുക്കുന്നുണ്ട്. ധോണി എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധോണി വരുമ്പോഴത്തേക്കും കളി തോറ്റ ഒരു അവസ്ഥയിലാണ് വരണത്. അല്ലാതെ മുന്നോട്ട് ഇറങ്ങുന്നില്ല. മുന്നോട്ട് ഇറങ്ങുന്ന ഒരു പ്ലെയർ ഇപ്പൊ ധോണിയുടെ സ്ഥാനത്ത് വേറൊരു പ്ലേയേഴ്സ് അതിലില്ല. അതാണ് ഇപ്പം എടാ ധോണിക്കും പകരം വേറൊരു പ്ലെയർ ആയിരുന്നു വെച്ചോ, വേറൊരു പ്ലെയർ ഉണ്ടായിരുന്നു ഇറക്കുകയാണെങ്കിൽ ചിലപ്പോ അവരുടെ ബെഞ്ചിൽ ആരും ഇല്ലേ ഇറക്കാൻ പറ്റിയ ബെഞ്ചിലുണ്ട്. ഒരു എനിക്ക് അറിഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ പെർഫോമൻസ് എനിക്ക് അറിയില്ല. എടാ ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ധോണി ഇറങ്ങാൻ എങ്ങനെയാണ്, ഇപ്പം ഞാൻ കളിയാക്കി പറഞ്ഞില്ല, എനിക്കും അങ്ങനെ പുള്ളി ഒരു ലെജൻഡ് ആണ്. പുള്ളി ലെജൻസ് ലീഗ് കളിക്കാനുള്ള സമയമായി. എടാ പക്ഷെ എടാ അതായത് ഇപ്പം അങ്ങേര് ഒരു ഇത് ധോണിയുടെ പൊസിഷൻ എന്താണ് നോർമലി ഒരു ഫിഫ്ത്ത് സിക്സ്ത്തിൽ വന്ന് അടിച്ച് കളി ജയിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ഇതാണ്. പക്ഷെ അങ്ങനെ ഇറങ്ങണില്ല. അങ്ങനെ അതിനു മുമ്പ് അശ്വിനെ ഇറക്കിവിടാണ്. പിന്നെ ഒരു ഇമ്പാക്ട് പ്ലെയർ കൂടെ. കാര്യം എന്താണ്, അങ്ങേർക്ക് പറ്റൂലെന്ന് അങ്ങേർക്ക് അറിയാം. ഫ്ലെമിംഗ് തന്നെ ഫ്ലെമിംഗ് തന്നെ ഒരു കോച്ച് വന്ന് പറയുകയാണ് നമ്മളെ ടീമിലെ ഒരു പ്ലെയറിന് വയ്യ, അവരുടെ അവസ്ഥ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടം കളിയിൽ മറ്റേ ഇതൊന്നും അല്ലല്ലോ. ഇതൊരു അല്ല സമ്മതിച്ചു. പക്ഷെ ആ ടീമിന്റെ ഒരു മൊത്തത്തിൽ ഞാൻ പറയുന്നത് അതിന്റെ ഇടയിൽ കൂടെ ഞാൻ പറഞ്ഞുതരാം. അതിന്റെ ഇടയിൽ കൂടെ ധോണിയും കൂടെ വന്നുകൊണ്ട് ഇത്രയും പ്രായമായതുകൊണ്ട് ധോണിക്ക് ചെയ്യാൻ പറ്റുന്ന വിമർശനങ്ങൾ ഫുള്ള് ധോണിയെ മാത്രം ഫോക്കസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു. ആ ടീം മൊത്തത്തിൽ വിമർശനം അർഹിക്കുന്നതാണ്. കാര്യമാ ഈ വിജയ് ശങ്കർ തന്നെ ഒരു 50 റൺസ് എടുക്കണം, 50 ബോളൊക്കെ അടിച്ചിട്ടാണ്. 50 ബോൾ അടിച്ചിട്ട് 5 ഔട്ട് കഴിഞ്ഞിട്ടാണ് എടുക്കണം. എല്ലാം ഡ്രോപ്ഡും ഇതാണ്. അതാണ് പ്രശ്നം. അതാ ഞാൻ ഇപ്പൊ അങ്ങനെ നോക്കുമ്പം ഇത്തിരിയെങ്കിലും 2 6 അടിക്കണ ഇങ്ങനെയാണ്. 2020 ഫോർമാറ്റിനെ പറ്റിയ ഒരു ടീമാണെന്ന് എനിക്ക് തോന്നുന്നു. മാനേജ്മെന്റിനെ ശരിക്കും കുറ്റം. ഇതില് ധോണിക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട്. ചെന്നൈ ടീമിൽ ധോണിക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട്. മാനേജ്മെന്റിന്റെ പാർട്ടിലായാലും ഇൻഫ്ലുവൻസ് ഉണ്ട്. പുള്ളിയെ ഇപ്പോഴും ഇട്ടേക്കണ എനിക്ക് തോന്നുന്നു ഒരു ഫാൻസിന്റെ ഒരു ഇത് കിട്ടാനും ആ ഒരു പരസ്യം കിട്ടാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ പുള്ളി കളിക്കൂല എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ മറ്റേ ഇത് എന്തെങ്കിലും ഒരു പൊസിഷൻ കൊടുത്ത് ഇരുത്തിയാ പോരെ. ഇപ്പൊ എന്തെങ്കിലും കോച്ചല്ല, അല്ലാതെ തന്നെ മെന്റർ ആക്കി മതി. അതിന്റെ ആവശ്യമുള്ളൂ. എനിക്ക് തോന്നുന്നു ഫാൻസിന് ധോണി അവിടെ ഇരിക്കുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. പ്രത്യേകിച്ച് തമിഴ്നാട് ഫാൻസിന് അത്രയും ധോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു ധോണി എന്ന് വെച്ചാൽ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ വന്ന് 6 6 അടിക്കുമെന്നാണ് അവരെ പ്രതീക്ഷ. ജഡേജ ഔട്ട് ആയപ്പോഴത്തേക്കും കൈയടി. അപ്പം അതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന ഒരു സാധനമാണോ? ജഡേജ അവരുടെ ഒരു മെയിൻ പ്ലെയർ ഔട്ടായി അടുത്ത ധോണി വരാൻ വേണ്ടിയിട്ട് കൈയടി. പണ്ടത്തെ ഫോമിലാണെങ്കിൽ ഓക്കെ, പക്ഷെ ഇങ്ങനെയൊക്കെ ഇപ്പൊ പറ്റൂല. ധോണിയുടെ കിടിലൻ പ്ലെയർ ആണ്. പക്ഷെ 2011 അങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് പോയി കളിക്കാൻ പറ്റില്ലല്ലോ ഇനി. പക്ഷെ മുംബൈ ഫാൻസ് ഇപ്പൊ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ഹർദിക് പാണ്ഡ്യ വെറുതെ ഇത് ചെയ്തോണ്ടിരുന്നതാണ്. ഫാൻസ് മാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ സച്ചി ഇപ്പോഴും കളിക്കാളല്ലേ. അതാണ് പറഞ്ഞത്. അതല്ലടാ, മുംബൈ ഫാൻസ് കഴിഞ്ഞതിന് ഓർമ്മയുണ്ട്. രോഹിത് ശർമ്മ ക്യാപ്റ്റൻ മാറ്റി അവനെ ആക്കിയപ്പോഴത്തേക്കും പാണ്ഡ്യക്ക് ഫുള്ള് ഇതായിരുന്നു. ഇപ്പം ഹർദിക്കിന് നല്ല സപ്പോർട്ട് ഉണ്ട്. മുംബൈ ഹർദിക്ക് മാത്രമാണ് നന്നായിട്ട് കളിക്കണമായില്ല. ബോളിംഗും ചെയ്യണുണ്ട്, ബാറ്റിംഗും ചെയ്യണുണ്ട്, ഇറങ്ങുന്ന സമയത്തൊക്കെ നന്നായിട്ട് തന്നെയാണ് പുള്ളി. ഏറ്റവും ബെറ്റർ ടീമായിട്ട് തോന്നിയത് ഏതായിരുന്നു? ബെറ്റർ ടീമായിട്ട് ആസ് എ ടീം ഗുജറാത്ത് തന്നെ ബെസ്റ്റ്. പിന്നെ ഡൽഹി. എനിക്ക് ബെറ്റർ ടീമായിട്ട് തോന്നിയത് മുംബൈയാണ്. മുംബൈ ഇതില് പേപ്പറിലെ ബെസ്റ്റ് ടീം മുംബൈ ടീമായിട്ട് തോന്നി. കാരണം ബോളിംഗും സെറ്റ്, ബാറ്റിംഗും സെറ്റ്. സെറ്റാണ്. പക്ഷെ അവര് ആസ് എ ടീം സെറ്റ് അല്ലാത്ത പോലെ തോന്നുന്നു. അവരുടെ എനിക്ക് തോന്നുന്നു ഈ പാണ്ഡ്യ വന്നതിന് ശേഷം പാണ്ഡ്യക്ക് ഒരു സപ്പോർട്ട് മിക്കവരും കൊടുക്കണില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ സൂര്യകുമാർ ആണ് ക്യാപ്റ്റൻ എങ്കിൽ ചിലപ്പോൾ അവർ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കളിക്കുമായിരിക്കും. എനിക്ക് അവരുടെ ടീമിലുള്ള ഒരു പൊളിറ്റിക്സ് ഉള്ള തോന്നുന്നുണ്ട് പലപ്പോഴും. ഒരു ഇതില്ല. എന്റെ ഒരു ഇതിൽ ബെസ്റ്റ് ടീം ഡൽഹി തന്നെ, ഒരു സംശയമില്ലടാ. ബാറ്റിംഗ് ലൈനപ്പ് അതല്ലടാ, ഡൽഹിയുടെ ബോളിംഗ് സ്ട്രെങ്ത് നോക്ക്. അക്ഷർ പട്ടേൽ, കുൽദീപ്, സ്റ്റാർക്ക്, മറ്റേ മുകേഷ് കുമാർ, അവരൊക്കെ നല്ല ബോളേഴ്സ് ആണ്. പിന്നെ ബാറ്റിംഗിലാണെങ്കിൽ ഒരു രക്ഷയില്ല. KL രാഹുല്, മറ്റേ സ്റ്റബ്സ്, പിന്നെ ബോളിംഗ് ആണ് അവരെ ശക്തിയാണ്. ബോളിംഗ് മാത്രമല്ലടാ, മറ്റേ എന്താ കുറച്ച് ബാലൻസ് ആണ് അവന്മാരുടെ. അശുതോഷ് ശർമ്മ. അശുതോഷ് ശർമ്മയൊക്കെ ഒരു കളി ഇറങ്ങേണ്ടി വന്നോളൂ. അതായിരുന്നു ഈ IPL ഇത്തിരി നല്ലൊരു കളി. സത്യം പറയാനല്ല, ആ ഒരു കളി മാത്രമേ
ബാക്കിയെല്ലാം ഈ കുറേ ഇടയ്ക്ക് boring വേറൊരു ആയിരുന്നു. കളി ഉണ്ടായിരുന്നു, LSG KKR. KKR ജയിച്ച് തോറ്റ ഒരു കളി ഉണ്ടല്ലോ, ജസ്റ്റ് അടുത്ത് വരെ എത്തിയിട്ട് തോറ്റത് 6 റൺ. അങ്ങനെ എന്തോ ചെറിയ റിങ്കു സിംഗ് ഒക്കെ ബാറ്റ് ചെയ്തിട്ട് അത് നല്ലതായിരുന്നു. ലാസ്റ്റ് ഓവർ ഒരു 6 ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ IPL 1-2 ടീം വെറും ദുർബലമാകുമ്പോ ആ കളികൾ വേസ്റ്റ് ആണ് അല്ലെ? ആ കളി കാണാൻ മുംബൈയുടെയും CSKയുടെയും കളിയൊന്നും ഇപ്പൊ കാണാനുള്ള ഒരിതില്ല. മുംബൈയുടെ കുറച്ചു മുമ്പ് നല്ല കളിയായിരുന്നു, മറ്റേ ഇത് ഹാർദിക് അടിച്ചത്. അതും ജയിച്ചില്ലല്ലോ. അത് പറ്റിയ ട്രോളുണ്ട്, നമ്മൾ പൊരുതി തോറ്റവരാണ്, താഴെയാണെങ്കിൽ നമ്മൾ പൊരുതി തോറ്റൊന്നുമില്ല, അടിവാരം തന്നെ. മുംബൈ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷെ CSK അങ്ങ് മറ്റേ എല്ലാം പോയ ഒരു അവസ്ഥ. ഇന്നലെ ബാറ്റിംഗ് കൂറ, ബോളിംഗ് കൂറ, ഫീൽഡിംഗ് ബോളിംഗ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ 180 മേളിൽ അടിച്ചു കഴിഞ്ഞാൽ CSKനെ പൊട്ടിക്കാൻ പറ്റും എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പം 180 മേളിൽ അടിക്കുന്നത്, തിരിച്ച് റൺ ചേസ് ചെയ്യൂല. അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് ഇപ്പം ചെന്നൈ നിൽക്കുന്നത്. 180 പ്ലസ് അടിക്കാൻ പറ്റാത്തൊരു സ്റ്റേജാണ് നിൽക്കുന്നത്. അത് ആസ് എ ടീം ഭയങ്കര പൂവർ പെർഫോമൻസ് ആണ്. അത് ചേസിങ് ആണെങ്കിലും ഭയങ്കര ഒരു ഇപ്പൊ കോൺവേ ഇവനെ കളിച്ച്, പക്ഷെ എന്നാലും അവര് ഒരു പ്രോപ്പർ ചേസിങ് അല്ല നടത്തുന്നത്. ഇവര് ജസ്റ്റ് ഒരു എന്താ പറയാ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കാന്ന് പ്രോപ്പറായിട്ട് കളിക്കുന്ന പോലെ തോന്നുന്നു. 2020 ഗെയിമായിട്ട് തോന്നുന്നില്ല ഇവര് കളിക്കുന്നത്. എടാ വേറൊരു കാര്യം ചെയ്യട്ടെ, ഈ IPL ഇത്രയും ടീം ആക്കിയതിൽ നിങ്ങൾ പോസിറ്റീവ് ആണോ തോന്നുന്നത്, അത് അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട്? ഇപ്പം 10 കൂടുതൽ പൈസ കിട്ടും. പൈസ അല്ലടാ, അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ടീം ചിലത് ബാലൻസ് ആവാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്ത്. ഇപ്പോൾ ടീമിന്റെ എണ്ണം കുറവായിരുന്നെങ്കിൽ അവര് കുറച്ചും കൂടെ നല്ലൊരു ഫൈറ്റ് ഉള്ള ടീമുകൾ മാത്രം ഉണ്ടായേനെ എന്നുള്ള ഫീൽ എനിക്കുണ്ടായിരുന്നു. കാര്യം ഇപ്പൊ SRHന്റെ ബാറ്റിംഗ് ലൈനെ പോയി കഴിഞ്ഞാൽ 3 ടീമിൽ കളിക്കാനുള്ള ആൾക്കാർ അവർക്കുണ്ട്, മനസ്സിലായോ? അപ്പൊ അവര് സ്പ്ലിറ്റ് ചെയ്ത് അപ്പൊ വേറെ ടീമുകളിലാണെങ്കിൽ നല്ലൊരു മാച്ച്, നമുക്ക് ഒരു ഫൈറ്റ് ഉള്ള മാച്ചുകൾ കാണാൻ പറ്റും. ആ ഒരു ഇത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇത്രയും ടീമിന്റെ ആദ്യത്തെ പോലെ അത്രയും 8 പക്ഷേ കുറച്ചും കൂടി അവസരം കിട്ടുന്ന സാധനമല്ലേടാ, കുറച്ചുകൂടി കൂടി അവസരം കിട്ടും. അല്ലെങ്കിൽ മെയിൻ പ്ലേയേഴ്സ് മാത്രമായിട്ട് അങ്ങ് ഒതുങ്ങിപ്പോ. ഇപ്പൊ നോക്ക്, ഇപ്പം മുംബൈയിൽ തന്നെ മറ്റേ വിഘ്നേഷ് പുത്തൂർ ആ പയ്യനെയൊക്കെ ഉണ്ട്, കുറെ പേര്. ഇത്തവണ അശ്വിനി എന്ന് പറഞ്ഞ ഒരു പയ്യുണ്ട്, സ്പിന്നർ കേട്ടോ. അശ്വിനി നമ്മുടെ ഇതിലാണെന്ന് തോന്നുന്നു, പന്തിന്റെ ദിഗ്വിജയ് ഒരു എഴുതണവൻ, അവന്റെ പേര് എന്താ? ദിഗ്വിജയ് അങ്ങനെ എന്തോ ആണ്. ദിഗ്വേഷ്, അത് തന്നെ അവര് ഒപ്പിടണവൻ. എല്ലാത്തിലും ഫൈൻ കിട്ടും. ഇന്ന് വന്നപ്പോഴും ഒരു വിക്കറ്റ് എടുത്തിട്ട് ബട്ട്ലർ ഔട്ട് ആക്കിയിട്ട് സുനിൽ നരേന്റെ ഭയങ്കര ഫാനും അതേ സാധനം തന്നെ ചെയ്യും. അവര് നമ്മളെ ഈ ഒരു യൂഷ്വൽ ടെന്നീസ് ബോൾ കട്ടർ എറിയൂല, ആ ഒരു സ്റ്റൈലിൽ സുനിൽ നരേ എറിയും പോലെ തന്നെ. അല്ല, എക്സാക്ട് കോപ്പിയാണ് നല്ല ബോളർ. അല്ല, അങ്ങനെ കുറെ ആൾക്കാരെ കിട്ടൂടാ, കുറച്ച് ടീമുകൾ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി കളിക്കാൻ കിട്ടും. പിന്നെ എവർക്കും അവസരം ഉണ്ടല്ലോ ബിഡ് ചെയ്യാൻ. ബിഡ് ചെയ്ത് കൊള്ളാം. ഇപ്പോഴ് പുതിയ പിള്ളേർക്ക് എന്തുമാത്രം അവസരമാണ്. ഇപ്പൊ ഈ വിഘ്നേഷ് പുത്തൂർ തന്നെ ഇതൊന്നും ഡൊമസ്റ്റിക്കിൽ വലുതായിട്ട് കളിക്കാതെ നേരിട്ട് IPL അവരെ എക്സ്പോഷർ ഒരു പിന്നെ 28 മാച്ച് കൂടുതൽ കിട്ടിയില്ല IPL. അത്രയും കാശ് വരെയല്ലേ, ഇത്രയും കാശ് ഫ്രാഞ്ചൈസി വരുമ്പോ അത്രയും കാശ് വരെയല്ലേ. ഒരു ഫ്രാഞ്ചൈസി അവർക്ക് വാങ്ങാൻ തന്നെ ഏകദേശം 1 ബില്യൺ അതാ ഇപ്പൊ നമ്മൾ വിചാരിക്കണില്ല അത് വേണോ, നമുക്ക് ഒരെണ്ണം വേണോ എന്ന് നമ്മൾ തോന്നണില്ല. നമുക്ക് ഇല്ലാത്തോണ്ടല്ലേ നമ്മൾ സഞ്ജുള്ള രാജസ്ഥാന് മിക്കവരും ഇപ്പൊ സപ്പോർട്ട് ചെയ്യണത്. അതെ അതെ. എടാ നിങ്ങൾ ദാസ ഏതാണ് ടീം? ഞാൻ രാജസ്ഥാൻ എന്നോട്ട് ഞാൻ KKR ആയിരുന്നു, പിന്നെ രാജസ്ഥാൻ ആയിരുന്നു. നീ ഗാംഗുലി KKR-ലായിരുന്നു, പിന്നെ എന്തിനു മാറിയ? ഇല്ല നമ്മള് സഞ്ജു അല്ല, KKR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരുന്നു. പക്ഷെ KKR നമ്മളെ എന്ന് വെച്ചാൽ പുറത്താക്കി. അതുകൊണ്ട് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കുറഞ്ഞു. അത് മൊത്തത്തിൽ KKR-നെ അഫക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഗാംഗുലിയെ പുറത്താക്കിയെന്ന് വെച്ചാൽ അവൻ മതിയാക്കിയല്ലായിരുന്നു. KKR ഇപ്പൊ മതിയാക്കിയതല്ല, ആക്കി മറ്റേ ഇത് ഒരു ഇതായി. അപ്പോഴങ്ങനെ പുറത്താക്കിയപ്പം ഫാൻസിന് ഒരു ഇമോഷണൽ ഇതുണ്ടല്ലോ, അത് കുറഞ്ഞു. അല്ലെങ്കിൽ KKR പണ്ട് ഒരു 2-3 സീസൺ ഷാറൂഖ് ഖാനും എല്ലാവരും വന്നപ്പോ ആദ്യത്തെ 3 സീസണൊക്കെ ഭയങ്കര ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത് അത് ഫസ്റ്റ് മാച്ചാണ് KKR-ന്റെ ഫാൻ ബേസ് കൂട്ടിയത്. ബാംഗ്ലൂർ സൂപ്പർ കളിയായിരുന്നു. അതാണ് KKR-ന്റെ ഫാൻ ബേസ് കൂട്ടിയതാണ് എന്റെ അഭിപ്രായം. എന്നാലും ആ ലോക്കൽ ഇത് ഭയങ്കര രീതിയിലുണ്ടായിരുന്നു. ഈ സെയിം സാധനം തന്നെയാണ് ചെന്നൈയിലെ ഇപ്പോഴത്തെ പ്രശ്നം. അതായത് നമുക്ക് ഈ ഗെയിമിനെക്കാളും വലിയ ആൾക്കാർ വന്നു തുടങ്ങും, അതായത് സ്റ്റാർസ് വന്നു തുടങ്ങും. അത് തന്നെ
ടീം ഈ ക്ലബ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫാൻസ് മറ്റേ ഇമോഷണൽ കണക്ഷൻ ഒക്കെ വെച്ചിട്ട് ഈ ലെജൻസ് വെച്ചിട്ടാണ് അവര് ചെയ്യുന്നത്. ഫുട്ബോൾ ആയാലും അങ്ങനെയല്ലേ? അങ്ങനെയല്ല, ഫുട്ബോളിനൊക്കെ ഫുട്ബോളിലും ഉണ്ട്, പക്ഷേ ആ ആരെങ്കിലും ഒരു fans അവിടെ team നിൽക്കുവോ? അങ്ങനെയല്ല. അത് തന്നെ, അതായത് ഇപ്പം ഫുട്ബോളിന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മാഞ്ചസ്റ്ററിന് ഒരു ഫാൻസ് ഉണ്ടെങ്കിൽ അവര് കാലാകാലം മാഞ്ചസ്റ്റർ ഫാൻസ് ആയിരിക്കും. അത് അവന്മാർ എത്രയോ വർഷമായി മാഞ്ചസ്റ്റർ ഇതായിട്ട്. പണ്ട് നീ പറഞ്ഞ പോലെ സംഭവം ഉണ്ട്. എടാ ഈ റൂണിയൊക്കെ വന്നപ്പോഴ് അല്ല, ബാഴ്സലോണ ടീം പണ്ട് മെസ്സി നന്നായിട്ട് കളിച്ചുകൊണ്ട് മെസ്സിയുടെ പ്രൈം സമയത്ത് എന്ന് പറഞ്ഞാൽ മെസ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന, മെസ്സിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടീം ഫോം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗെയിമാണ് അവരെപ്പോഴും കളിച്ചുകൊണ്ടിരുന്നത്. പണ്ടും ഈ ഇപ്പോൾ ധോണി എന്ന് പറയുന്ന ഫിഗർ ഏതാണ്ട് അതേപോലെയാണ്. ധോണീനെ അസോസിയേറ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ടീമായിരുന്നു CSK. പക്ഷെ CSKക്ക് അന്ന് ഇപ്പം വേറെ ലെജൻസ് ആയിട്ട് ഡ്വെയിൻ ബ്രാവോ ഉണ്ടായിരുന്നു. ഡ്വെയിൻ ബ്രാവോയ്ക്ക് പറ്റുന്ന പകരക്കാരൻ എന്നുള്ള രീതിയിൽ വേറെ ആരും വന്നിട്ടില്ല. ഷെയ്ൻ വാട്സൺ ഉണ്ടായിരുന്നു, വന്നിട്ടില്ല. സുരേഷ് റെയ്ന ഉണ്ടായിരുന്നു. സുരേഷ് റെയ്നയ്ക്ക് അതേപോലത്തെ ഒരാൾക്കാരൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ധോണിയും കൂടെ മാത്രമേ ഉള്ളൂ. പക്ഷെ ധോണി ഇപ്പം നീ പറഞ്ഞ പോലെ തന്നെ ധോണി എന്ന് പറയുന്ന ഫാക്ടർ ധോണി മാത്രമായിട്ട് നിൽക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ടീം മാനേജ്മെന്റ് അത് തന്നെടാ. ഇപ്പം ഈ ഫുട്ബോളിന്റെ കേസ് പറഞ്ഞില്ലേ, അങ്ങനെ ഒരു ഇമോഷണൽ സപ്പോർട്ട് പറഞ്ഞ ആളും കൂടെ കൊണ്ടാണ് പറഞ്ഞത്. പിന്നെ കുറെ കഴിയുമ്പോ ഈ ആള് കുറെ കൂടുതൽ വലുതാവും, അതൊരു ഭാരമായി ടീമിനൊരു ഭാരമായിട്ട് വരും. അങ്ങനെയാണ് ഇപ്പൊ ഭാരമായിട്ട്. അതാണ് ഞാൻ പറഞ്ഞു. ഇപ്പൊ നീ പറഞ്ഞില്ലേ, ഇപ്പം നമുക്കും തോന്നും ഗാംഗുലി പുറത്തായപ്പോ നമുക്കൊരു ഇത് തോന്നിയില്ല, ഒരു അറ്റാച്ച്മെന്റ് തോന്നില്ല. അത് ചിലപ്പം ഇത്തവണ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ വർഷം ഇപ്പം രോഹിത് മാർക്കറ്റ് ഓപ്പൺ ഓപ്ഷനിൽ പോയിരുന്നെങ്കിൽ ചില മുംബൈയിൽ കുറെ ഫാൻസ് പോയനാ, ഉറപ്പായിട്ടും പോകും. ഫാൻസ് പോയില്ലെങ്കിലും ക്യാപ്റ്റനെ മാറ്റിയപ്പോ തന്നെ നല്ല രീതിയിൽ ഹേറ്റ് ഉണ്ടായിരുന്നു. അത് രോഹിത് ഒരു ഭാരമാണ് മുംബൈക്ക്. ഇപ്പം ഒരു ലയബിലിറ്റി വരെയാണ് തോന്നണം. പക്ഷെ അല്ലടാ, പക്ഷേ ഇത് അവര് അധികം കൊണ്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഇത് ഈ സീസൺ കൂടെ കാണാൻ സാധ്യതയുള്ള തോന്നുന്നു. എനിക്കും തോന്നുന്നില്ല അടുത്ത സീസണും കളയൊന്നും തോന്നുന്നില്ലടാ. ഞാൻ വേറൊരു ആൾക്കാർക്ക് ഇമോഷണൽ ആ ഒരു സാധനം പോയടാ. രോഹിത്തിനെ കൊണ്ട് ഇനി പറ്റൂല എന്നുള്ളത് ഈ കാണിയൊക്കെ പറ്റൂല, മനസ്സിലായി. ആ ഒരു ഇതുണ്ടല്ലോ. രോഹിത് ആക്ച്വലി വൈറ്റ് ബോളിൽ കളിക്കുന്നതാണ്. ഇപ്പൊ എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഫീൽഡിങ്ങിന് പോലും ഇറങ്ങണല്ലോ. കറക്റ്റ് ബാറ്റ് കളിക്കണമെങ്കിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്ന് ബാറ്റ് ചെയ്തിട്ട് പോകും. ഇപ്പൊ രോഹിത് ഫീൽഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇത് വരുമോ, മീൻസ് ഒരു വരുമെന്നാണ് എനിക്ക് മീൻസ് ആ ഒരു എക്സ്പീരിയൻസ് ചിലപ്പോ ഞാൻ പറയണത്. കിട്ടോ, ചിലപ്പോ കിട്ടൂലേ, തോന്നുന്നില്ല. ചിലപ്പം അതിനെക്കാട്ടി ബെറ്റർ ഫീൽഡർ ഒരാൾ ഒരു ഫീൽഡർ വെച്ചിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അത് പിന്നെ വേറൊരു സാധനമുണ്ട്. ഇപ്പം ഈ CSKയിലാണെങ്കിലും ഇപ്പൊ ഋതുരാജ് ക്യാപ്റ്റൻ ആയിരിക്കുമ്പോഴേ എല്ലാരും ആദ്യം പോയി ചോദ്യം ചോദിക്കുന്നത് ധോണിയുടെ അടുത്താണ്. എങ്ങനെ ഫീൽഡ് സെറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നത് ധോണിയുടെ. ആ ഒരു പ്രശ്നം വരും. ഹർദിക്ക് എനിക്ക് തോന്നുന്ന കുറച്ച് അവർക്കത് ലെജൻസ് അവർ ധോണിയുടെ അടുത്ത് അങ്ങനെ ചെയ്യാത്തതെന്ന് ചോദിക്കാൻ പറ്റൂല. ഹർദിക്കിന് അങ്ങനെ കുഴപ്പമില്ലെന്നാണ് തോന്നണം. ഹർദിക്ക് ധോണിക്കും ആ പ്രശ്നമില്ലായിരുന്നു. സീനിയേഴ്സിന്റെ അടുത്ത് അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ സേവാഗിനൊക്കെ അത് അങ്ങനെ ഒരു സീനിയർ പ്ലെയറിന്റെ കൂടെ അങ്ങനെ പറയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഹർദിക്ക് നല്ല രീതിയിലാണ് ഒരു പ്രൊഫഷണൽ സ്ഥാനമായിട്ടാണ് അത് അപ്രോച്ച് ചെയ്യണത്. അവന് ആ ഒരു കളിയും നല്ലതാണ്. അവൻ കളിക്കും, പെർഫോം ചെയ്യുന്നുണ്ട് അത്യാവശ്യം. പിന്നെ എനിക്ക് ആ റിട്ടയർഡ് ഔട്ട് ആക്കിയത് മോശമായിട്ട്. അത് പക്ഷേ ഒരു സാധ്യതയില്ല. ആ സമയത്ത് ഒരു കാര്യമില്ലായിരുന്നു. ആദ്യം സാൽനറിനെ ഇറക്കാൻ വേണ്ടി അവനെ മാറ്റി, അതും ലാസ്റ്റ് ഓവർ. തിലകിനും കളിക്കാൻ പറ്റിയില്ല. മാറ്റിയിട്ട് സാൽനറിനെ ഇറക്കാം. ലാസ്റ്റ് ചിലപ്പോ ഓവർ കളിച്ചാലോ, 2 ബോൾ കണക്ട് ചെയ്താലോ ഒന്നും പറയാൻ പറ്റൂല. എനിക്ക് പുള്ളിയും കൂടെ എടുത്ത ഡിസിഷൻ ആണെന്ന് തോന്നുന്നു. ഞാൻ കണ്ടോണ്ടിരുന്നപ്പോ എനിക്ക് തോന്നി അങ്ങേര് ഇറങ്ങി പോയതാണെന്ന് പെട്ടെന്ന്. ഞാനും കണ്ടോണ്ടിരുന്നപ്പോ മഹേല ജയവർദ്ധന ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ എണീറ്റ് നിൽക്കുകയായിരുന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കയറി വന്നത്. കണ്ടതല്ലേ ഇത് 2 ഔട്ട് വന്നു. പഞ്ചാബിന്റെ കളിയിലും മറ്റേ കോൺവേ ഇതേപോലെ ഡിക്ലെയർ ഔട്ടായി. ഇറങ്ങാൻ പറ്റില്ല, ബാറ്റിംഗ് ഇറങ്ങാൻ പറ്റില്ല, ഔട്ടായി. ഞാൻ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂല് കണ്ടതാണ്, ട്രൂ കോപ്പി തിങ് ആണെന്ന് തോന്നുന്നു. അപ്പൊ അതിൽ പറയുന്നുണ്ട് ഈ ധോണിനെ അവര് ആ പുള്ളി കമ്പയർ ചെയ്തേക്കണെന്ന് വെച്ചാൽ ഈ ലെബ്രോൺ ജെയിംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെബ്രോൺ ജെയിംസ് അല്ല, മൈക്കിൾ ജോർഡൻ ബാസ്കറ്റ് ബോൾ പ്ലെയർ ഉണ്ടല്ലോ. അപ്പൊ പുള്ളിയുടെ ടീം ചിക്കാഗോ ബുൾസ് ആണ്. അപ്പൊ അവര് പുള്ളി ഉണ്ടായിരുന്നപ്പോഴാണ് കപ്പടിച്ചിട്ടുള്ളത്. 6 ടൈംസ് കപ്പടിച്ചിട്ടുണ്ട്. പുള്ളി പോയതിനു ശേഷം പുള്ളിക്ക് മുൻപും കപ്പടിച്ചിട്ടില്ല, പുള്ളിക്ക് ശേഷം കപ്പടിച്ചിട്ടില്ല. അതിനുശേഷം ആ ടീമേ അങ്ങ് പോയി. പക്ഷെ പുള്ളീനെ ഓറിയന്റ് ചെയ്തായിരുന്നു ആ ടീമിനെ മൊത്തം ബിൽഡ് ചെയ്ത് അങ്ങനെ കൊണ്ടുവന്നത്. പക്ഷെ പുള്ളി പോയതിനോട് അത് പോയി.
എനിക്ക് ഇപ്പം CSKയുടെ ഒരു സാധനം കൂടെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ധോണിയും കൂടെ പോയി കഴിഞ്ഞാൽ ഇപ്പം ധോണി ഫാൻസ് ആണ് ഈ CSKനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യണം. ധോണിയും കൂടെ ഇല്ലായിരുന്നെങ്കിൽ CSK വളരെ പരിതാപകരമായിട്ടുള്ള ഒരു ടീമായി പോകുന്ന എനിക്ക് തോന്നുന്നു. അല്ല എനിക്ക് ഒന്ന് രണ്ട് വർഷമെങ്കിലും അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. അതൊരു മാനേജ്മെന്റ് പ്രശ്നവും കൂടിയാണ്. അതായത് അവർക്ക് ഒരു സെക്കൻഡ് ഇതും കൂടി കൊണ്ടുവരണം എപ്പോഴും. ധോണിയുടെ സമയത്ത് തന്നെ റെയ്ന ഉണ്ടായിരുന്നു. റെയ്നയ്ക്ക് ധോണി പോയാലും 2 ദിവസം കൂടി നിൽക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ധോണി റെയ്ന ഈ നമ്മുടെ ലക്ഷ്മണൻ പണ്ട് ഭരതൻ പണ്ട് അങ്ങേരുടെ രാമന്റെ കാല് വെച്ച് പൂജിക്കും പോലെ അങ്ങേര് പോണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങേര് റിട്ടയർ ആവുന്നുള്ളൊരു ഖ്യാതി വന്നപ്പോൾ അപ്പൊ തന്നെ റെയ്ന പോയി. റെയ്നയ്ക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ നിൽക്കുമായിരുന്നു, നിൽക്കുമായിരുന്നു. റെയ്ന പോയി. അതിനുശേഷം ഒരു സെക്കൻഡറി പിന്നെ അവർ കണ്ടുപിടിച്ചത് ജഡേജയാണ്. ജഡേജയ്ക്ക് പ്രഷർ താങ്ങാൻ പറ്റണില്ല, അത് ഹാൻഡിൽ ചെയ്യാനേ പറ്റണില്ല. അങ്ങനെയാണ് അത് പ്രശ്നം വന്നത്. എനിക്ക് മേജർ മിസ്സിംഗ് ഔട്ട് ആയിട്ട് തോന്നിയത് ബ്രാവോ. ബ്രാവോ ഭയങ്കര മിസ്സിംഗ് ഔട്ട് ആണ്. സ്ലോ ബോളിംഗ് ബാറ്റിംഗ് പാടാണ്. അതേപോലത്തെ ഒരാള് വേണോ? പക്ഷെ ഇപ്പോഴ് ഈ കീപ്പറില്ലേ, കീപ്പിംഗ് ബാറ്റ്സ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാട്ടി ഇപ്പം എല്ലാവരും കിടിലം കീപ്പിംഗ് ബാറ്റ്സ്മാൻ ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഒരു ഓൾറൗണ്ടർ ആയിട്ട് കീപ്പിംഗ് ബാറ്റ്സ്മാൻ ആയിട്ട് ധോണിയെ മാത്രം ഒരു ടീമിൽ ആശ്രയിച്ചിരിക്കണ തന്നെ ഭയങ്കരമായിട്ട് നെഗറ്റീവാണ്. ആ ടീമിൽ തന്നെ അത്യാവശ്യം ധോണി ഇല്ലെങ്കിൽ കീപ്പ് ചെയ്യാൻ അവർക്ക് ആരും ഇല്ല. അപ്പൊ ഒരാളുണ്ട്, പക്ഷെ അവന്റെ ഒരാളുണ്ട്. ഒരു സെക്കൻഡ് കീപ്പർ നല്ലൊരു ആളിനെ ഇറക്കണോ, അല്ലെങ്കിൽ ഒക്കേഷണലി കീപ്പിംഗ് ചെയ്യണ. ധോണിയുടെ സ്റ്റംപിംഗ് ഒക്കെ കിടിലായിരുന്നു. ലൈറ്റ്നിങ് സ്റ്റംപിംഗ് ഞാൻ ഒരെണ്ണം കണ്ടായിരുന്നു. അത് ഭയങ്കര, അത് വേറെ ആരും ചെയ്യുമെന്ന് അല്ല, ഒരെണ്ണം ഞാൻ ലൈവ് കണ്ടു. അല്ല, കീപ്പിംഗും അത്ര ഇതായിട്ട് വിട്ടിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കണ്ടിട്ടേ. ഒന്നും കീപ്പിംഗ് പ്രായം കീപ്പിങ്ങിനെ ബാധിച്ചിട്ടില്ല, പക്ഷെ ബാറ്റിങ്ങിനെ നല്ല രീതിയിൽ ബാധിച്ചു. ഞാൻ പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് ആണ്. അതായത് ധോണി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ധോണിയോടൊപ്പം ധോണി മാറി നിന്ന് കഴിഞ്ഞാൽ മുന്നിലോട്ട് വെക്കാൻ പറ്റിയ ഒരാളിപ്പം അവർക്ക് ഇല്ല. അവര് വളർത്തിക്കൊണ്ട് വന്നിട്ടില്ല. ഗെയ്ക്വാദൊക്കെ പുതിയ, അത് അങ്ങനെ പറയാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ലേലം നടന്നപ്പോ വേറെ എപ്പോഴെല്ലാം എടുക്കേണ്ടത്, അത് മുമ്പോട്ടേ ഒരു ലോങ് ടേം വ്യൂ കൊണ്ടുവരണം. ഇപ്പം രാജസ്ഥാനിൽ നോക്ക്, സഞ്ജു അങ്ങനെ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. അത്രയും ഷോ കാണിക്കാത്ത ഒരു ഷോമാൻ ആയിട്ടുള്ള ഒരാളിനെ ഇറക്കണമായിരുന്നു. അല്ല, ഗായ്ക്കോഡിനെ അവരങ്ങനെ കണ്ടാണ് കൊണ്ടുവന്നതെന്നാണ് എനിക്ക്. ഇപ്പൊ നമ്മള് ഗൈക്കോഡ് ഇങ്ങനെ ഗൈക്കോഡിന് ഭയങ്കരമായിട്ട് ക്യാപ്റ്റൻ മികവെന്ന് ആരും പറയൂല. ജയിച്ചാലും ആരും പറയൂല. കാരണം ഇത് അങ്ങേര് ഗൈക്കോഡ് ധോണിയുടെ ഷാഡോയിലാണ് നിൽക്കുന്നത്, അത്രേ ഉള്ളൂ. ഞാൻ കോഴിക്കോട് കേട്ടത് ഗെയ്ക്വാദാണ് ഉദ്ദേശിച്ചത്. ആളെ മനസ്സിലായില്ലോ. പിന്നെന്താ കൈക്കോട് അല്ല, എനിക്ക് തോന്നി ഇപ്പൊ രാജസ്ഥാനിലെ അങ്ങനൊരു സാധനം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സഞ്ജുവിനെ എടുത്തു വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ ചെന്നൈയിലോട്ടാക്കിയാണെങ്കിൽ നല്ലൊരു ഐക്കണാക്കി എടുക്കാൻ പറ്റുമോ? സഞ്ജുവിനെ കൊണ്ടുവന്ന് ഞാൻ വിചാരിച്ചു ചെന്നൈയിലൊന്നും നല്ലതായിരിക്കും, പക്ഷെ ചിലപ്പം നേരെ തിരിച്ചാ ഉൾട്ട അടിച്ചന. സഞ്ജു വന്നിരുന്നെങ്കിലേ ഈ ടീം വെച്ചിട്ടാണെങ്കിൽ സഞ്ജുവിനും പാടായിരിക്കും. എന്നിട്ട് അത് സഞ്ജുവിന്റെ മേളിൽ അടിച്ചു വയ്ക്കും. ഈ ധോണി ഫാൻസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീരിയസ്ലി ഞാനും ധോണി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്, പക്ഷെ ഇപ്പോഴത്തെ കളി കാണുമ്പോൾ എനിക്ക് ദുഃഖം തോന്നുന്നുണ്ട്. ചിലപ്പോ എനിക്ക് തോന്നണില്ല ധോണിയുടെ പ്രശ്നം കൊണ്ടല്ല. അതല്ല ഞാൻ പറയണേ, ഇപ്പം സഞ്ജു ഈ ടീമിൽ ഒന്നും വെച്ചോ, സഞ്ജു ആണ് ഈ വർഷം ക്യാപ്റ്റൻ എന്ന് വെച്ചോ, ധോണി അവിടെ നിൽക്കുകയാണ്. ചിലപ്പോൾ ഈ ടീം വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, സഞ്ജുവിന് ആ ഫ്രീഡവും കിട്ടൂല. ചിലപ്പോൾ ധോണിയെ മാറ്റുള്ള ഫ്രീഡം കിട്ടും, അല്ലെങ്കിൽ രണ്ടുപേരെ മാറ്റാൻ ചിലപ്പോൾ മാനേജ്മെന്റ് പറയണ പോലെ പോകാൻ പറ്റുള്ളൂ. ഈ ചെന്നൈയിൽ എനിക്ക് അങ്ങനെയാണ് തോന്നണേ. എന്നിട്ട് എനിക്ക് ഏറ്റവും മിസ്സിംഗ് ആയിട്ട് തോന്നിയത് ബോളിംഗ് ആണ്. എടാ ഓക്കെ, ഞാൻ പറഞ്ഞ ബോളിംഗ് ശരിക്കും പറഞ്ഞാൽ പതിരാനൊക്കെ കഴിഞ്ഞാൽ നല്ലോണം എറിഞ്ഞോണ്ടിരുന്നു. ഇപ്പൊ അവന് വെറുതെ അടി കിട്ടണം. പതിരാന ആദ്യത്തെ 2 ഓവറൊക്കെ ആടി വാങ്ങിച്ചു കൂട്ടും, പിന്നീട് എങ്ങനെ ടൈറ്റ് ചെയ്ത. അല്ല, ഇപ്പം ഈ ബാറ്റിംഗ് ആണ് ഏറ്റവും മോശം. ബാറ്റിംഗ് മോശമാണെങ്കിലും പക്ഷെ ബാറ്റിങ്ങിനുള്ള ആളുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആള് എനിക്ക് അത് 2020 പറ്റിയ ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നത്. രച്ചിൻ രവീന്ദ്ര എന്ന് പറഞ്ഞ ഒരു നമുക്ക് ആര്, അതായത് ഓപ്പണിങ്ങിൽ ഭയങ്കര അഗ്രസീവ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ ആയിട്ട് കൂട്ടാൻ പറ്റില്ല. അതായത് സോൾട്ടിനെ കണക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള ടീമുകൾക്കുള്ള കണക്കോ ഒരു വലിയൊരു അവൻ ഫോമായിരിക്കുന്ന സമയത്ത് അവന്റെ കളി കണ്ടാലും അവൻ അങ്ങനെ ഒരു എക്സ്പ്ലോസീവ് ബാറ്റ്സ്മാൻ അല്ല. നല്ല ബോളുകൾ അവൻ 4 അടിക്കും, 6 അടിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഫിൽ സോൾട്ടിനെ കളക്കോ, അതായത്
എങ്ങനെ എറിഞ്ഞാലും അടിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു ബാറ്റ്സ്മാൻ അല്ല. അത് കോൺവോയും അതുപോലെ തന്നെ രജിനും അതുപോലെ. ഋതുരാജ് അഗ്രസീവ് ബാറ്റ്സ്മാനാണ്. അത് അവിടെ നിന്ന് കളിക്കുന്ന വിജയ് ശങ്കർ ആണെങ്കിലും എനിക്ക് അത്രേ തോന്നി. ജയശങ്കർ വല്ലാത്ത നിപ്പ്. പിന്നെ ഉള്ളത് ശിവം ദൂബയാണ്. പക്ഷെ ശരിക്കും അവൻ ചിലപ്പോഴൊക്കെ അടിക്കും, പക്ഷെ ഇത്തവണ അടിക്കണില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഇങ്ങനെ അടിക്കുന്ന ടീമുകളെല്ലാം കൂടെ 1-2 ടീമുകളിൽ കോൺസെൻട്രേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഒന്ന് ബാംഗ്ലൂരില്, വിളിച്ചെടുക്കായിരുന്നല്ലോ, സൺറൈസേഴ്സിൽ വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ആരെയും വിട്ടില്ലല്ലോ. ഇത് ആരെയും മാർക്കത്തിനെ അല്ല, ഇത് ആരും എടുക്കണ്ടെന്ന് പറഞ്ഞല്ലോ, ഇവരെ എടുക്കാത്തല്ലേ. ഇത് ഫുൾ ആങ്കറിംഗ് ബാറ്റ്സ്മാൻ മാത്രമേ ഉള്ളൂ. കോൺവേ ഇല്ലേ? കോൺവേ കണ്ടോ ഇപ്പൊ കളിക്കണല്ലേ? അങ്ങനെ അടിച്ചു കളിക്കുന്ന ആളല്ലേ? അല്ല, കോൺവേക്ക് എന്തിനാ ആവറേജ് കളിയുള്ളൂ. ഭയങ്കര കളിക്കുന്ന ഒരു പ്ലെയർ ആണോടാ. കളിക്കൂ എടാ. ഞാൻ ഈ പറയണത് എക്സ്പ്ലോസീവ്. ഈ ഞാൻ എക്സാമ്പിൾ പറഞ്ഞ ഒരാളെ വെച്ച് നോക്ക്. എവർക്ക് ഇറങ്ങാം എന്തൊരു മെക്കറുക്ക ഹെഡ് പോലത്തെ, ഫിൽസോൾട്ട് കണക്കത്ത എല്ലാ ടീമിലും, അഭിഷേക് ശർമ്മ കണക്കത്ത എല്ലാ ടീമിലും ഒരാളുണ്ട്. സായി സുദർശൻ, മറ്റേ ഈ എവർക്കും ഉണ്ടല്ലോ ജയ്സ്വാൾ, അങ്ങനെ റിങ്കു സിംഗ് ഇപ്പം പിന്നെ വീണ്ടും അതുപോലെ അല്ലെ റിങ്കു സിംഗ് പിന്നെ ഇറങ്ങണം. ഞാൻ ഓപ്പണിംഗില് അതുപോലെ ഒരു ബാറ്റ്സ്മാൻ അവർക്കില്ല. പണ്ട് വാട്സൺ ഉണ്ടായിരുന്നു, വാട്സൺ ഒക്കെ ഉണ്ടായിരുന്നപ്പോ പിന്നെ ഡുപ്ലസി അവർക്കില്ലായിരുന്നു. ഡുപ്ലസി ഉണ്ടായിരുന്നല്ലോ, പണ്ട് മറ്റേ ഇവ ഉണ്ടായിരുന്നു, വലിയ ഫാമിലല്ല ആൽബി മോർക്കൽ. അതൊക്കെ പണ്ടാണെങ്കിൽ ഹെയ്ഡൻ ഉണ്ടായിരുന്നല്ലോ. പിന്നെ വേറെ ആരെയും പറയണ്ടല്ലോ, മൈക്കിൾ ഹസി ഉണ്ടായിരുന്നു. ഹസി അങ്ങനെ എക്സ്പ്ലോസീവ് അല്ലല്ലോ അന്ന്. പക്ഷേ ഓറഞ്ച് ക്യാപ്പ് ഒക്കെ ഒരുപാട് അല്ലടാ, ഇവർക്ക് ടീം ഉടച്ചു വാർക്കാനുള്ള സമയമായി. അല്ലടാ, അടുത്ത വർഷം മിക്കവാറും മൊത്തത്തില് ഇത് മൊത്തം ധോണിയാണോ? എടാ ഇതിപ്പം അവൻ തന്നെ ഫാൻസിന്റെ കുഴപ്പം വേറെ സൂപ്പർ സ്റ്റാർ ചെയ്തില്ലെന്ന് പറയണം. പക്ഷെ ഫാൻസും അൺഹാപ്പിയാണ്. എടാ, അവിടത്തെ ഈ തമിഴ്നാട്ടിലെ യൂത്ത് ഫാൻസിനെല്ലാം ഇപ്പം ഈ ടീം മാറ്റണമെന്നുള്ളതാണ്. അവര് ട്രോളി തുടങ്ങി, അവര് തന്നെ പറയുന്നു. പക്ഷെ അവര് ചിലപ്പോഴും പറയണത് ധോണി അടിച്ചാൽ മതി എന്നാണ് അവര് പറയുന്നത്. ധോണി അടിച്ചു കഴിഞ്ഞാൽ ഹാപ്പി ആണെന്നാണ്. അത് ഒന്നും ഇല്ലാത്ത സമയത്ത് അങ്ങേരെങ്കിലും അടിച്ച അതെങ്കിലും കണ്ടാൽ മതി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സ്പോട്ടിൽ കുറച്ച് പ്രായം കഴിഞ്ഞു, പ്രത്യേകിച്ച് ബാറ്റിങ്ങില് പറ്റൂലല്ലോ, പറ്റൂല. ഞാൻ വേറൊരു ഇത് കണ്ടതേടാ, കഴിഞ്ഞ കളിയിൽ ഇന്നലെ തോറ്റ കളി, അതിലെ ലാസ്റ്റത്തെ ബോൾ വരെ നല്ല ചീറിങ് ആയിരുന്നടാ. ആ ലാസ്റ്റത്തെ ഒരു വിക്കറ്റ്, അതായത് ജയിക്കൂലെന്ന് അറിയാന്നിട്ട് ആ വിക്കറ്റ് കിട്ടിയപ്പോഴും ഭയങ്കര ഓഡിയൻസിന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അവർക്ക്. ചിലരൊക്കെ ആണെങ്കിൽ അത് ഈ ചെന്നൈ, അതിന്റെ ഒരു ചെന്നൈയുടെ ഒരു നേച്ചർ ആയതുകൊണ്ടാണ്. അത് ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഈ ക്രിക്കറ്റ് സിറ്റീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ മുംബൈയും ചെന്നൈയാണ്. പക്ഷെ എപ്പോഴും എല്ലാവരും ഫോക്കസ് ചെയ്യണം മുംബൈ ക്രിക്കറ്റിൽ നിന്ന് വരുന്നവരെ മാത്രമാണ്, അല്ലെങ്കിൽ മുംബൈക്ക് മാത്രമാണ് എപ്പോഴും ട്രോഫീസ് ഇതൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ചെന്നൈക്ക് അങ്ങനെ കിട്ടാറില്ല. ചെന്നൈക്ക് ഒരു 5 കപ്പ് മേടിച്ചു കൊടുത്ത ആള് ധോണിയാണ്. ചെന്നൈക്ക് ഒരു പേരുണ്ടായി 10 പ്രാവശ്യം ഫൈനലിൽ വന്നിട്ടുണ്ട്. 2 വർഷം കളിച്ചില്ല. അതിന്റെ ആ ഒരു ഇത് ഇപ്പോഴും ഉണ്ട്, ആ ഓറ ഇപ്പോഴും ഉണ്ട്. എടാ, അത് എന്റെ അപ്പൂപ്പനൊരു ആന ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇപ്പോഴത്തെ ഫോക്കസ് ചെയ്യണ്ടേ. അതൊക്കെ തന്നിട്ടുണ്ട്. അങ്ങേരുടെ സാധനമല്ല പറഞ്ഞ CSK ഫാൻസിന്റെ ഇപ്പോഴും ആ ബഹളം വെക്കുന്നു എന്നുള്ളത് ആ ഒരു ഇതാണ് കരുതൽ. അത് ഒരു പ്രശ്നമാണ്, എനിക്ക് അവർക്കൊരു ബർഡൻ ആണ്. ഞാൻ പറഞ്ഞു ധോണി മാറുകയാണെങ്കിൽ CSKക്കുള്ള ഔട്ട്സൈഡ് ഫാൻസ് നല്ല കുറയില്ലേ? ഇപ്പൊ ഭയങ്കര ഫാൻസ് ആണ്. ഇപ്പം ചെന്നൈയിലുള്ള അല്ലാതെ തന്നെ നിഷ്പക്ഷമായിട്ട് ഇപ്പൊ കേരളത്തിൽ തന്നെ എന്തുമാത്രം CSK ഫാൻസ് കുറയും. അപ്പോഴേ എന്തോന്ന് വെച്ചാൽ പതുക്കെ ധോണി അങ്ങ് ഇരുത്തണം. അല്ല, അതിന് മാനേജ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും മെന്ററായിട്ട് അവിടെ തന്നെ എത്ര നാള് പയ്യെ അങ്ങേരക്ക് അത് മാനേജ് ചെയ്യുമ്പോൾ എന്നുവെച്ചാൽ ധോണിയെ പുറത്താക്കി എന്നുള്ള ഒരു ഫീല് വരുത്താതെ സച്ചിൻ ഒരുപാട് നേരം ഡക്കൗട്ടിലൊക്കെ വെറുതെ ഇങ്ങനെ ഇരിക്കൂലേ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിൻ അവിടെ വന്നിരിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നാലും ഒരു ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ ഈ ഫാൻ ബേസ് പോകുമെന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ ധോണി പോവുകയാണെങ്കിൽ ഫാൻ ബേസ് അതിന് പറ്റിയ ആൾ എനിക്ക് തോന്നിയത് നമ്മുടെ സഞ്ജു സാംസൺ ആയിരുന്നു. വേറൊരു ഫാൻ ബേസ് വന്നേനെ സഞ്ജു വന്നാൽ വരോടാ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വർഷം സഞ്ജു വന്നിരുന്നെങ്കിൽ ചിലപ്പം നേരെ തിരിഞ്ഞന. കാര്യം സഞ്ജു വന്നാലും ഈ ടീമിൽ ധോണിയും കൂടി ഉള്ളപ്പോഴാണ് കളിക്കണമെങ്കിൽ ഉൾട്ടയായിട്ട് വരും. എന്നിട്ട് ധോണി ചിലപ്പം ഈ ധോണിക്ക് കിട്ടാനുള്ള കുറച്ച് ക്രൂസിഫിക്കേഷനും കൂടി ഈ ഫാൻസ് അടിച്ച് സഞ്ജുവിന് വെച്ച് കൊടുക്കും. അവന്റെ ക്യാപ്റ്റൻസി കൊണ്ടാണ് പുറത്തുനിന്ന് വന്നില്ലെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇന്റൻസ് പ്രഷർ അവന് വരും. ഇത്തവണ വരാത്ത നന്നായെന്ന് എനിക്ക് തോന്നി.
സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് സഞ്ജു ഇവിടെ വന്നു കഴിഞ്ഞാൽ ബെസ്റ്റർ ആയിരിക്കും. ചാൻസേ പറഞ്ഞോളൂ. അല്ല അല്ലെ വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. ഇപ്പൊ നെക്സ്റ്റ് ടൈം വരികയാണ് എല്ലാമായിട്ട് ഒരു പുതിയ ടീമാണെങ്കിൽ ഓക്കെ. സഞ്ജുവിന് ഏറ്റവും നന്നായിട്ട് ഫ്രീഡം കൊടുക്കുന്നത് രാജസ്ഥാനാണ്. അവന്മാരുടെ ഇത് ആ ഫ്രീഡം ഇതൊക്കെ ഭയങ്കര കിടിലാണ് അവന്മാരുടെ ടീമിൽ. ആ ഒരു എന്താണ് ഒരു വൈബ് ഉണ്ട് അവിടെ. ആ ഒരു അവരുടെ ഈ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്താലും നല്ലൊരു അതിപ്പോ ഇങ്ങനെ നോക്കിയോണ്ട് മിക്കവരും അതിനുവേണ്ടി കുറച്ച് എഫേർട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാം എല്ലാവരും നല്ല ആക്റ്റീവാണ്. KKR നല്ല രസമുണ്ട്. ഞാൻ എല്ലായിടത്തും ഫോളോ ചെയ്തു. നല്ല രസമുണ്ട്. ചാഹൽ ഉണ്ടായിരുന്നപ്പോ യവന്മാരെ കുറച്ചുകൂടി രസമായിരുന്നു. ചാഹലി തന്നെ കുറെ സാധനങ്ങൾ ഇടുമായിരുന്നു. ഇപ്പോഴാണ് അത് അല്ല രാജസ്ഥാനിൽ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധനം അവന്മാർ കുറച്ചു വരെ അത് യങ്സ്റ്റേഴ്സിനെ കുറച്ചു വരെ അവന്മാർ എപ്പോഴും ബാക്കപ്പ് വെച്ചേക്കും. അവന്മാരിൽ എപ്പോഴും ഒരു യങ്സ്റ്റേഴ്സ് ഉണ്ട്. അത് അവന്മാര് പെട്ടെന്നൊന്നും വിടുകയില്ല. അവന്മാരെ കുറച്ചു കാലത്തേക്ക് ലോങ് ടേമിൽ തന്നെ കൊണ്ടുപോകും. അതായത് ഒരു രണ്ടാം നിര അല്ലെങ്കിൽ ഒരു ലോയൽ ആയിട്ടുള്ള കുറച്ച് പേര് അവർക്ക് കാണും. ഒരു കോറായിട്ട് ആരെങ്കിലും കാണും. ഇപ്പൊ സഞ്ജു കുറെ നാളായിട്ടുണ്ട്. ഇപ്പൊ അവര് പരാഗ് സത്യം പറഞ്ഞാൽ ഈ 2 വർഷമാണ് കുറച്ച് ജയ്സ്വാൾ ഇതിൽ തന്നെ. പരാഗിന് ഇപ്പൊ സത്യം പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ടീമാണെങ്കിൽ എനിക്ക് തോന്നല്ലോ വെച്ചോണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ഇൻഫ്ലുവൻസും കൂടെ ഉണ്ട് അവന്റെ അച്ഛന്റെ. ബട്ട് സ്റ്റിൽ കളിക്കണുണ്ട് ഈ 2 വർഷം. അതിന് മുമ്പൊക്കെ കുറെ വർഷം കുറച്ച് ഫ്ലോപ്പ് ആയിരുന്നു. പരാഗിനെ കൊണ്ടുവന്നിട്ടുണ്ട്. യവന്മാർ 2-3 പേരുണ്ട്. യവന്മാരുടെ ഇങ്ങനെ ഇതായിട്ടുണ്ട്. അവന്മാർ ഇത്തവണ വിട്ട് കളഞ്ഞതിൽ എനിക്ക് തോന്നിയ ബട്ട്ലർ, പിന്നെ ചഹല്, അശ്വിൻ, ഇവരെ 3 പേര് പഞ്ചാബിൽ വന്നിട്ട് വലിയ കാര്യമൊന്നും ഇതുവരെ ചഹലിന് കൊടുക്കണില്ലടാ. വലിയ കാര്യമില്ല. പക്ഷേ ചഹലിനെ യൂസ് ചെയ്യാൻ പാടില്ലാത്ത ചഹലിനെ യൂസ് ചെയ്യണമെന്നാണ് എനിക്ക് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യാൻ പാടിയിട്ടുണ്ട്. അതുകൊണ്ട് ഫുൾ ഓവർ കൊടുക്കണില്ല. അവരെക്കാളും നല്ലോണം എവിടെ അറിയണടാ മാക്സിൽ അറിയണം. എക്കോണമി ഇതുണ്ട് ഹോം ഗ്രൗണ്ടില്. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ ചഹലിന് അവരുടെ ഇഷ്യൂ കൂടിയാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. 2020 ചഹലിന് ഒരു ടീമിൽ നിന്ന് കളയാൻ പാടില്ല. ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തിട്ടുള്ള പ്ലെയറും അവൻ ക്രൂഷ്യൽ സമയത്ത് വിക്കറ്റ് എടുക്കും. അടിയൊക്കെ വാങ്ങും ശരിയാണ്, പക്ഷെ അവൻ വിക്കറ്റ് എടുക്കും. എടാ ഞാൻ ഈ പഞ്ചാബ് മറ്റേ ടീം സെലക്ഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെലക്ഷനിൽ ഒന്ന് യവൻ തന്നെയാണ്. പിന്നെ രാജസ്ഥാന്റെ ബാറ്റിംഗും പോരല്ലോ ഇപ്പം പോരാ. ബട്ട് സ്റ്റിൽ ആൾക്കാരുണ്ട്, 1-2 പേരൊക്കെ ഉണ്ട് കളിക്കാൻ. പക്ഷെ ബട്ട്ലർ പോയതൊരു അടിയാണ്. എന്നാലും ഒരു പഴയ ഒരാള് നല്ലൊരാള് ഇല്ലെന്ന് തോന്നി. ഇല്ല. പക്ഷെ ഇത്തവണ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് നമ്മുടെ ആർച്ചർ കൂടെയാണെന്നാണ് പറഞ്ഞത്. ആർച്ചർ 1-2 കളി ആർച്ചറാണ് എന്നെ ഞെട്ടിച്ചത്. ഞാൻ ഏറ്റവും മോശം സെലക്ഷൻ എന്നാണ് ഞാൻ വിചാരിച്ചത്. ആർച്ചർ ഫസ്റ്റ് കളിയിൽ കൺഫേം ചെയ്ത് 76 റൺ അങ്ങോട്ടാണ് കൊടുത്തത് ഫസ്റ്റ് കളിയിൽ. അപ്പൊ ഞാൻ വിചാരിച്ചു പഴയ ഇതൊന്നും ആർച്ചറിന് ഇല്ല. അവൻ സ്ലോ ബോൾ എറിയാൻ ശ്രമിക്കുന്നോണ്ടാണ് അവന് അടി കിട്ടിയത്. ഫേസ് എറിഞ്ഞു തുടങ്ങിയപ്പോ തൊടാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ബോൾ ഫസ്റ്റ് ഔട്ട്. എന്നിട്ട് ലവണ്ടല്ലോ നമ്മുടെ ശ്രേയസ് അയ്യർ, അതൊക്കെ ശ്രേയസ് ബാക്ക് ഫുട്ടിൽ കൊണ്ട് ഒരു ബൗൺസർ എറിഞ്ഞു. അതൊരു ക്വിക്ക് ബൗൺസർ. എന്നിട്ടാണ് അടുത്ത ബോളിലാണ് അവൻ ബൗളിനാക്കിയത്. ഫേസ് നല്ല ഫേസ് ഉണ്ട്. 145 ഫേസ് ബോൾ ആണെന്ന് തോന്നുന്നില്ലേ? എനിക്ക് ക്ലീൻ ആക്ഷൻ. അവ മാലയും കൂടി ഊരി കഴിഞ്ഞാൽ ചിലപ്പോ ഒരു 5 കിലോമീറ്റർ കൂടെ അവന് സ്പീഡ് കിട്ടും. ഒരു 5 കിലോ ഒരു മാല വേണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നാറുണ്ടല്ലേ ഒരു ഐശ്വര്യത്തിന്റെ മാലയായിരിക്കും. തൊടാൻ പറ്റാത്ത ഒരു തൊടനില്ല. ക്യാപ്റ്റൻസിക്ക് ഒരു ഇതുണ്ട് കേട്ടോ അതില്. കാര്യം ഫസ്റ്റ് 3 കളി പരാഗായിരുന്നപ്പോഴത്തേക്ക് ഭയങ്കര ഡൗൺ ആയിരുന്നു. ടീമിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിട്ട് കൺഫ്യൂഷൻ എന്തൊക്കെയോ കാര്യം. നമ്മൾ കണ്ടം കളിയിലൊക്കെ നമ്മൾ ഇതിനെ കളിക്കുമ്പോൾ നമ്മൾ അടിയിട്ടപ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ട് ചെന്ന് നോക്കിയിട്ട് പറയില്ല നീ എറി അല്ലെങ്കിൽ നീ എറി. ആ ഒരു ലെവലായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. ക്യാപ്റ്റൻസി മാറ്റിയത് എന്തുകൊണ്ട്? അവന് പരിക്കായിരുന്നു. ഫീൽഡിങ്ങിന് ഇത് അതിന് ഫിറ്റ്നസ് കൊടുത്തില്ല. പക്ഷെ ആദ്യത്തെ 3 കളി ആസാമിലാണ് നടന്നത്. അതുകൊണ്ടാണ് അതിന്റെ ഒരു ഇതുകൊണ്ടെന്ന് പറയണേ പരാഗിന് കൊടുത്തത്. അവൻ വന്നതിന് ശേഷം ഫീൽഡിൽ മൊത്തത്തിൽ ഒരു ഓണർ ഉണ്ടായിരുന്നു. ആർച്ചറിനെ കിഡിലായിട്ട് യൂസ് തുടങ്ങി. സ്പിന്നർമാരെ യൂസ് ചെയ്ത് തുടങ്ങി കിഡിലായിട്ട്. നമ്മൾ പറഞ്ഞ അവന്മാർ 2 ചെണ്ടയെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അവന്മാരും വിക്കറ്റ് എടുക്കുന്നുണ്ട്. അവൻ വന്നതിന് ശേഷം നമ്മുടെ ശ്രീലങ്കയിലെ ഹസരംഗയും ശ്രീലങ്കയുടെ ഭയങ്കര ഇഷ്ടമാണ്. സംഘകാരമുണ്ടേ സംഘകാരം ഇല്ല ഇത്തവണ. ദ്രാവിഡ് സംഘകാരം ഉണ്ടല്ലോ എപ്പോഴും. പക്ഷേ എനിക്ക് ബെസ്റ്റ് ക്യാപ്റ്റൻ ആയിട്ട് തോന്നിയത് നമ്മുടെ രജത് പട്ടിദാർ ബെസ്റ്റ് ക്യാപ്റ്റൻ ആയിട്ട് തോന്നി. കാര്യം RCBക്ക് പക്ഷേ ചേഞ്ച് കൊണ്ടുവന്നത്. പക്ഷേ കോഹ്ലിക്ക് എന്തോ അതൃപ്തി എന്ന് പറയുന്നു. എന്നാ അതൃപ്തി പുള്ളി പുള്ളി നല്ല കളിക്കുന്നുണ്ട്. പക്ഷെ പട്ടിദാറിന്റെ ക്യാപ്റ്റൻസി കൊള്ളാം. ലാസ്റ്റ് ആ കൃണൽ പാണ്ഡ്യയെ കൊടുക്കണതേ അത് കൊള്ളാം. മറ്റേ പാണ്ഡ്യക്ക് മുംബൈ ഇന്ത്യൻസ് ലാസ്റ്റ് ഓവർ കൊടുത്തത് അത് കൊള്ളാം. നല്ല ഡിസിഷൻ. അടിച്ച്
അടിച്ച് പ്രശ്നം എറിഞ്ഞിടാ. ലാസ്റ്റ് ഓവറിൽ 3 വിക്കറ്റ് എടുത്തു. 3 വിക്കറ്റ് 2 വിക്കറ്റ് ആണ്. അല്ല ഈ സാല കപ്പ് കൊണ്ടുപോകും. എന്തോ കൊണ്ടുപോണേ കൊണ്ടുപോട്ട്. അല്ല RCB ഇത്തവണ നന്നായിട്ട് അവിടെ ഇത്തവണ ആര് കപ്പ് എടുക്കും? നിങ്ങളെ ഒരു ഇതുവരെയുള്ള വിലയിരുത്തലിൽ എനിക്ക് തോന്നുന്നത് ഒരു 2 ഓപ്ഷൻ പറ. 2 ഓപ്ഷൻ പറയുകയാണെങ്കിൽ ഗുജറാത്തും RCB. നീ പറ. ഒരു 2 കളി കഴിഞ്ഞിട്ട് പറഞ്ഞ ഫസ്റ്റ് കളി പറഞ്ഞ SRH ജയിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നീ ഇപ്പൊ പറ, നീ ഏതെന്ന് ഏറ്റവും അവസാനം എനിക്ക് തോന്നണോ ചിലപ്പോ രാജസ്ഥാൻ അടിക്കും. അതൊരു ഫാൻസ് പെർസ്പെക്റ്റീവില്. അല്ലെങ്കിൽ ചിലപ്പോ പഞ്ചാബ് അടിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഡയലോഗ്. എന്റെ ഒരു ഇതിലാണെങ്കിൽ പഞ്ചാബ് അല്ലെങ്കിൽ ഡൽഹി. ഞാൻ വിചാരിക്കുന്നത് ലക്നോ കൊണ്ടുപോകുന്നാണ് വിചാരിച്ചത്. കാരണം ലക്നോ അവന്മാര് ഇങ്ങനെ മറ്റേ രണ്ടുപേരും ഫോമായി നിൽക്കണം. രണ്ടുപേരും പിന്നെ രണ്ടുപേരും ഭയങ്കര ഫോം, പിടിച്ചാ നിക്കാത്ത ഫോം. അങ്ങേര് തന്നെ ഇറങ്ങണം. അങ്ങേര് ഡഗ് ഔട്ട് ചെയ്ത് വന്നിട്ട് ലക്നോ ജയിക്കണതേ ഒരു ജയിക്കണത് ഒരു ടെൻഷനാണ് ലക്നൌവിന്. പ്രഷർ കൂടുതലാണ് അവർക്ക്. ചരട് കെട്ടി ജയിക്കുന്ന ആ ഒരു രീതിയിലെ പോലത്തെ ഇത് ജയിച്ചാലും ഒരു സന്തോഷമില്ല. കാരണം എങ്ങനെയോ ജയിച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ രാഹുലിന്റെ ഇത് പറയേണ്ട ഇതാണ് കേട്ടോ. അങ്ങേരെ നമ്മൾ എപ്പോഴും മിക്കവരും അങ്ങേരെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യും. രാഹുലിനെ KL രാഹുൽ നല്ല ക്ലാസ് കൊണ്ടുവന്ന കളിക്കണം. എനിക്ക് രാഹുലിനെ നല്ല ഇഷ്ടമുള്ള ഒരു പ്ലെയറാണ്. ഇന്ത്യൻ ടീമിലും രാഹുല് സ്ഥിര സാന്നിധ്യം ആവേണ്ട ഒരു ആള് തന്നെയാണ് രാഹുൽ. കാര്യം നല്ല ഷോട്ട് സെലക്ഷന് നല്ല ഇടയ്ക്കൊക്കെ മിസ്സാവാറുണ്ട്. ഞാൻ പറഞ്ഞു ചിലർ ചോദിക്കുക രാഹുലിന് എന്തിന് എപ്പോഴും എടുത്ത് വെച്ചാൽ ഇടയ്ക്ക് അവൻ ഫോം ഔട്ടായിരുന്നു. പക്ഷെ നല്ലൊരു പ്ലെയർ ആണ് രാഹുൽ. എപ്പോഴും കിട്ടുന്നത് ഇതാണ് മറ്റേ സെൽഫിഷ് എന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു പണ്ട്. പുള്ളി നല്ലോണം കളിക്കും, ഓറഞ്ച് ക്യാപ്പൊക്കെ കിട്ടും. എന്നാലും മറ്റേ ഇത് റൺ റേറ്റ് മാത്രം ഉള്ള ഒരു സ്വന്തം റെക്കോർഡ്സിന് വേണ്ടി ഇപ്പോഴും ശ്രദ്ധിച്ചു നോക്കിയത് മെയിൻ കളിക്കാരന്മാരൊക്കെ 90s എങ്ങനെ അവിടം വരെ എത്തും. പിന്നെ സെൽഫ്ലെസ് കളി കാണിക്കാൻ വേണ്ടി എനിക്ക് അങ്ങനെ തോന്നും. എല്ലാരും 90s എത്തിയിട്ടാ നിങ്ങൾ കളിച്ചോ. അല്ല അത് ഇനി അങ്ങനെ കളിക്കണ ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു സാധനം കഴിഞ്ഞ് ഈ സെഞ്ചുറിക്ക് വേണ്ടി അത് അതിലെനിക്ക് ഇഷ്ടം പാണ്ഡ്യയാണ്. അപ്പുറത്ത് ആരും നോക്കൂല. 99 നിന്നാലും ശരി, 95 നിന്നാലും ശരി, അവ സ്ട്രൈക്കും കൊടുക്കൂല, അവ അടിക്കും. പാണ്ഡ്യ ആ ഒരു ഇതാണ് സത്യം പറഞ്ഞ വേണ്ടത്. പക്ഷെ പൊതുവെ അതില്ല. ചുമ്മാ സെഞ്ചുറിക്ക് വേണ്ടി ഇങ്ങനെ കിടന്ന് കൊട്ടി കളിക്കാം, അങ്ങനെ കളിക്കാം. അതായത് ഇപ്പൊ ഒരു മേജർ അല്ലാത്തൊരു ഇന്നിങ്സ് ആണ്, അതായത് സെക്കൻഡ് ഇന്നിങ്സ് ആണ്, കുഴപ്പമില്ല, ഇതിനെ അഫക്ട് ചെയ്യൂല, കുഴപ്പമൊന്നുമില്ല. ചില സമയം ബോറിങ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ കോഹ്ലി സെഞ്ചുറി അടിക്കുമ്പോൾ സെഞ്ചുറി അടിക്കാൻ വേണ്ടിട്ട് മറ്റേ ചാമ്പ്യൻസ് ട്രോഫിയിൽ നമ്മുടെ മറ്റേ പുള്ളിയുടെ സ്പിന്നർ ഉണ്ടല്ലോ അക്ഷർ പട്ടേലാണ് കളിച്ചോ. അപ്പൊ എന്തിനൊക്കെ ചോദിക്കും ഞാൻ. പക്ഷേ എന്നിട്ട് അപ്പോഴത്തെ അതിന്റെ ട്രോളൊക്കെ ഉണ്ട്. അതായത് കോഹ്ലി തന്നെ പറയാറുണ്ട്, ഞാൻ ഇതൊന്നും നോക്കൂല, പേഴ്സണൽ ഇതിന് വേണ്ടിയില്ല കളിക്കുന്നത്. പക്ഷെ കുറെ കളിയിൽ കാണും 90 ആകുമ്പോഴത്തേക്കും ഓടാത്തും സ്ട്രൈക്ക് എടുക്കുന്ന കുറെ ഇതുണ്ട്. അല്ല ഇതിലിപ്പം ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള സത്യം പറഞ്ഞ ഇങ്ങനത്തെ കോഹ്ലിയെ പോലെ ആവാൻ പറ്റുള്ളൂ. ഒരു ക്രൂഷ്യൽ ഇന്നിങ്സ് അല്ല, ഒരു ക്രൂഷ്യൽ മാച്ച് അല്ലെങ്കിൽ കുഴപ്പമില്ല, ഒരാളുടെ ഒരു ഇതിന് കൊടുക്കുന്ന ഒരു പ്രശ്നമില്ല. പക്ഷെ അത് ഈ ഒരു 90s കഴിയുമ്പോഴത്തേക്കുള്ള ഒരു ഇത് ഇപ്പം സച്ചിന് വരെ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ സച്ചിനായിരുന്നു. അപ്പം അതൊരു ഭയങ്കര നെഗറ്റീവ് അങ്ങനെ വരാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ പേഴ്സണലി ആയാലും ഇപ്പൊ നമ്മളൊരു സെഞ്ചുറി അടിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരും അത് ഒരു ഭയങ്കര ഒരു മൈൽ സ്റ്റോൺ അല്ലേ. അപ്പൊ അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പം എനിക്ക് അങ്ങനെ മൈൽ സ്റ്റോണിന് വേണ്ടി കളിക്കണ സെഞ്ചുറി അടിക്കാൻ അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അത് മൊത്തത്തിൽ അത് മാറി. ഇപ്പോഴ് ഈ ഇങ്ങനെ 90s എന്നിട്ട് ബാക്കി അപ്പുറത്തെ ബാറ്റ്സ്മാന് കൊടുക്കുമ്പോഴേ ഈ ഇൻസ്റ്റയില് ഭയങ്കര ഹൈപ്പാണ്. അത് മെയിൻ ഫോക്കസ് ചെയ്തിട്ട് 90s കളിക്കുന്നുണ്ടോ എന്ന് അല്ല, അങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നല്ല വിമർശനം വരും. അല്ല ഇപ്പം ആൾക്കാർ അതിനൊരു വാല്യൂ ഇല്ലാണ്ടായി. ഇപ്പൊ അങ്ങനത്തതല്ല, അവര് ഇന്നിങ്സ് ആണ് നോക്കണം. എത്ര ബോൾ ഇമ്പാക്ട് ആണ് നോക്കണം. സത്യം പറഞ്ഞ ഇപ്പൊ ചിലര് 10-15 ബോളിൽ ഒരു 30 അല്ലെങ്കിൽ 20-25 അടിച്ചു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. 12 ബോളിൽ 25-30 അടിച്ചു കഴിഞ്ഞാൽ അതാണ് കുറച്ചും കൂടി ഫ്രാഞ്ചൈസീസ് നോക്കണത്. ഇപ്പം ഓക്കെയാണ്, സെഞ്ചുറി അടിക്കട്ടെ, പക്ഷേ ഈ ഭയങ്കര ബോറിംഗ് ആക്കും കളി, ഒരു ബോറിംഗ് ആവും.
കൊട്ടി അപ്പുറത്ത് നിന്ന് കൊട്ടി, അല്ലെങ്കിൽ ഒരു 6 അടുത്തങ്ങ് 6 അടിച്ചങ്ങ് സെഞ്ചുറി അടിക്കണം. അല്ലടാ ഇപ്പോഴേ IPL ഭയങ്കരമായിട്ട് ഫ്ലാറ്റ് വിക്കറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതലും. ഇപ്പൊ മിക്കയിടത്തും കുറച്ചുകൂടി ഫ്ലാറ്റ് വിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഇന്നലത്തെ അവിടെയൊക്കെ. പക്ഷെ എന്നാലും ബോളേഴ്സിനെ ഒരു പഞ്ചാബ് അടിച്ചു വാരിയല്ലേ. പക്ഷെ അവന്മാര് 10 ഓവറിൽ ജയിച്ചടാ. രഹാനേരെ കളി എന്ത് ക്ലാസ് അങ്ങനെ അടിക്കുന്ന അടിയെന്നല്ല എന്താ ഭയങ്കര രസമാണ് എടാ ഇപ്പൊ ശരിക്കും കിട്ടിയതാണ്. അവനെ എടുത്തില്ലാരും അൺസോൾഡ് ആവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ല ശരിക്കും ഇപ്പൊ 200 റൺസ് എടുത്തില്ലെങ്കിൽ ഒരു രക്ഷയില്ലല്ലേ, 200 അടിച്ചാലും തോക്കും. 230-40 അടിച്ചാൽ ഫസ്റ്റ് കളി SRH രാജസ്ഥാനിലെ ഫസ്റ്റ് കളി 264. അപ്പൊ എന്തോ അടി 270 പോയി 280 എന്തോ അടിയത്. അത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു SRH എന്ത് ടീം ഇത്തവണ കപ്പ് കളിച്ചത്. അതോടുകൂടി ഫസ്റ്റ് ബോൾ ഡക്ക്, പിന്നെ ബോളിംഗ് ഇല്ലാതെ 2020 ജയിക്കാൻ പറ്റൂല. ഇല്ല പക്ഷേ അടിച്ച് ബോളിംഗ് നല്ല രീതിയിൽ വിക്കറ്റും ഇതും എടുക്കാതെ ഒരു ജയിക്കണം, ബാറ്റിംഗ് കൊണ്ട് ജയിക്കാൻ പറ്റൂല. എടാ അവർക്ക് സ്പിന്നർമാരില്ലടാ, ഒരു നല്ല സ്പിന്നർ പോലും ഇല്ല അവർക്ക്. ഇപ്പൊ കഴിഞ്ഞ രാജസ്ഥാൻ ഇത് ചെയ്യുന്ന ബോളിംഗ് കൊണ്ടാണ്. കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ അങ്ങനെ ബോളിംഗ് സെറ്റ് അല്ലായിരുന്നു. ഇപ്പൊ ബോളിംഗ് സെറ്റ് ഇപ്പം ഡൽഹി നല്ല സെറ്റ്. പിന്നെ ബുംറ വന്നിരുന്നെങ്കിൽ മുംബൈ സെറ്റ് ആയിരുന്നു. ബുംറ തിരിച്ചു വരുമോ? ഒരു കളി കളിച്ചു. പഞ്ചാബ് നല്ല ടീമാണ്, നല്ല ബോളിംഗ് വലിയ കുഴപ്പമില്ല. അക്ഷർ പട്ടേൽ ഉണ്ട്, ജാൻസൺ നല്ലോണം അറിയുന്നുണ്ട്, ചഹലുണ്ട്. പഞ്ചാബ് അല്ല ഇത് ഇതല്ലേ ഗുജറാത്ത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഹർഷ്ദീപ് പഞ്ചാബിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഗുഡ് ബോളർ ബെസ്റ്റ് ബോളറാണ്. ഇത്തവണ നല്ല ടീം എടുത്ത കേട്ടോ എന്തായാലും പഞ്ചാബ്. ഇത്തവണ യവൻ കിട്ടില്ലായിട്ട് പറഞ്ഞ നമ്മളെ പയ്യൻ DSP സിറാജ് നല്ലോണം ഇത്തവണ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ അവന്റെ രാശി തെളിഞ്ഞോട്ട്. ബാംഗ്ലൂരിൽ ചിന്നസ്വാമിയിൽ കളിക്കുമ്പോൾ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എല്ലാം തൊട്ടടുത്താണ്. പകുതി കളി അവിടെ വെച്ചിട്ടായിരിക്കും. അതിൽ തന്നെ യവന്മാരുടെ കോൺഫിഡൻസ് ഫുള്ള് പോവും. കാര്യം അവിടെ എറിഞ്ഞു കഴിഞ്ഞാൽ അടി ഉറപ്പാണ്. അപ്പോഴത്തേക്ക് അവന്മാര് പരിചയമാവും. ആ ഇനി എത്ര വന്നാലും അടി. കാര്യം അവിടെ ചെറിയ കുഞ്ഞു ഗ്രൗണ്ടാണ്. പുള്ളിയെ ചാമ്പ്യൻസ് ട്രോഫിക്ക് എടുക്കാത്തതുകൊണ്ട് പുള്ളിക്ക് ഒരു വിഷമമുണ്ടായിരുന്നു. അപ്പൊ സന്തോഷം. രോഹിതിന് കുറെ കുറ്റികൾ പോകുന്നു കേട്ടോ, പറന്നു പോകുന്നു. ഇതില് പറഞ്ഞായിരുന്നു, പ്രസ് മീറ്റിൽ പറഞ്ഞായിരുന്നു സിറാജ് പോരാ, എന്തോ ഒരു പ്രശ്നം ഹർഷിത്റാണ് എടുത്തിരിക്കുന്നത്. പുള്ളി പറഞ്ഞത് മറ്റേ ഫസ്റ്റ് ഓവേഴ്സ് കുഴപ്പമില്ല, ഡെത്ത് ഓവേഴ്സിന്റെ അടുത്ത് എന്തൊക്കെ പറഞ്ഞാലും ഹർഷിത്റാനെ കാട്ടി നല്ല ബെറ്റർ അല്ലേ. എന്ത് ഹർഷദീപ് കിട്ടില്ലേ? കണ്ണുടച്ചെടുത്തു. ഹർഷദീപിനെ എടുക്കാൻ അർഷദീപിന് ആദ്യം അവസരമൊന്നും കിട്ടില്ല. ഡഗൗട്ടിലല്ലായിരുന്നു, അവൻ കളിയൊന്നും കിട്ടില്ലല്ലോ. കളിയില്ലായിരുന്നു. അവരെ ഇറക്കായിരുന്നല്ലോ, പ്ലേയിങ് ലെവലിൽ അവരെ ഇറക്കായിരുന്നല്ലോ. പക്ഷെ ഫാസ്റ്റ് ബോളർമാര് വീണ്ടും കുറവ് തന്നെ അല്ലേ ഇപ്പൊ ഇന്ത്യക്ക്. അല്ല ഞാൻ പറഞ്ഞ ഈ ഷമി ഇവരെ വിട്ടുകാലുള്ള കാര്യം, ബുംറ ഷമി ഇത് കഴിഞ്ഞാലുള്ള അവനൊക്കെ 150 അവ എറിയോടാ. അർഷദീപ് നല്ല പ്ലെയർ ആണ്. പിന്നെ കുറച്ചുപേരുണ്ട്. ഇപ്പോഴാണ് കുറച്ചും കൂടി ഫാസ്റ്റ് ബോളേഴ്സ് വന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴാണ് കുറച്ചും കൂടി വന്നത്. ഉമേഷ് യാദവ് തീർന്നാള് അവനെ എടുത്തില്ല, ഈ വർഷം എടുത്തില്ല. ഈ ഡെറിൽ മിച്ചിൽ ഉണ്ടല്ലോ, അവൻ നല്ല അടിക്കണവനാണ്, അവനെ എടുത്തില്ല. പിന്നെ പൃഥ്വി ഷാ പോയി, അവന് മറ്റേ ഇത് ഫിറ്റ്നസ് പിന്നെ വരെ എടുക്കുമെന്നൊക്കെ പറയാം ചെന്നൈയില്. ഋതുരാജിന് സീസൺ പോയല്ലോ, ഇഞ്ചറി. പക്ഷെ നീ പറഞ്ഞത് മറ്റേ അവൻ അൺഫോളോ ചെയ്ത് ധോണി അൺഫോളോ ചെയ്യുന്ന യൂട്യൂബിൽ തരംഗം. ഋതുരാജ് അറിയാതെ കൈതട്ടി ആയതായിരിക്കും. അവനെ കൈതട്ടി അൺഫോളോ ആവോ? അതും ധോണിയെ തന്നെ. കണ്ണൂടെ ഞാൻ ഇതിനെപ്പറ്റി ഒന്നും പറയില്ല, എനിക്കറിയില്ല. നീ ഭയങ്കര ധോണി കാണാം. എടാ ധോണി പോകുമ്പോ നീ CSK വിടുവോ? ഇല്ല വിടൂല. വരും, സഞ്ജു വരും. പറഞ്ഞിട്ടുണ്ടോ അവിടെ? സഞ്ജു വരും ഉറങ്ങും. നമ്മളെ ഈ ഇതില് പോഡ്കാസ്റ്റിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ധോണിയെ പറ്റിയാണ്. കാര്യം മാത്രമേ CSKയുടെ പതനം ആഘോഷിക്കുന്നു. ധോണിയെ പറ്റിയാണ് കൂടുതൽ ചർച്ച ചെയ്യണത്. കാര്യമല്ല, ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നതും ഈ CSKയുടെ. പക്ഷെ അത് ധോണിക്ക് നല്ലതല്ല. ഇത്രയും വലിയൊരു ലെജൻഡ് ആണടാ. എനിക്കത് വിഷമം തോന്നണടാ. കാര്യം അത്രയും നമ്മള് ധോണി ഇത് അർഹിക്കുന്നില്ല. വേൾഡ് കപ്പിലെ കാരണം ഈ ഒരു സീസൺ അർഹിക്കുന്നില്ല. അത്രയും ലെജൻഡ് ആയിട്ടുള്ള ആള് ഇതിൽ ഇങ്ങനെ ഈ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട
അംഗീകരിക്കില്ല. കടിച്ചു തൂങ്ങി എന്ന് പറയാൻ പറയാൻ പറ്റില്ല. പറ്റൂല. ഇപ്പൊ എനിക്ക് കളിക്കാൻ ആഗ്രഹം, ഞാൻ പറയുന്നത് എനിക്ക് കളിക്കാൻ ആഗ്രഹമുണ്ട്, പിടിച്ചു ടീം പറയണ നീ കളിച്ചോളാനും പറയണ, പിന്നെ അതിൽ കടിച്ചു തൂങ്ങലില്ലല്ലോ. എടാ ഞാൻ പറഞ്ഞു ഇന്ത്യൻ ടീമില് ഇവര് മറ്റേ സിനിമയിൽ തന്നെ ഉണ്ടല്ലോ, ഫീൽഡ് സ്ലോ ആവുന്നു, ഈ 3 പ്ലേയേഴ്സ് കാരണമാണ് ഇതെങ്ങനെ ആവണം, അവരെ മാറ്റി യങ്സ്റ്റേഴ്സിന് അവസരം കൊടുക്കണമെന്ന് ധോണി ഡിസിഷൻ എടുത്തപ്പോഴാണ് മൊത്തത്തിൽ ആരെയൊക്കെ സച്ചിൻ സേവക കൊണ്ടുവരുന്ന സമയത്ത് അവരെ റൊട്ടേറ്റ് ചെയ്ത് ഇറക്കിക്കൊണ്ടിരുന്നു. നമ്മള് ഓസ്ട്രേലിയ പോയ ഒരു നാറ്റോസ്റ്റിലാണെന്ന് തോന്നുന്നു, അവന്മാരെ റൊട്ടേറ്റ് ചെയ്താണ് കളിപ്പിച്ചത്. അല്ല, ഇന്ത്യൻ ടീമിനെ ഉടച്ചു വാർത്തത് അതാണ് സംഭവം. അങ്ങനെ ഒരാള് ഇങ്ങനെ നിന്ന് ഇത്രയും കടിച്ചു തൂങ്ങി ആ ടീം എന്തായാലും ക്രിക്കറ്റ് അല്ലേ കളിക്കുന്നത്. ഇത് IPL പൈസ കിട്ടൂടാ. അത് ശരിയാണ്, അത് ശരിയാണ്. പക്ഷേ കാണുമ്പോ നമുക്ക് ധോണി ഇപ്പോഴത്തെ മൈൻഡ് നിങ്ങളൊക്കെ ഇരുന്ന് വിഷമിച്ചു, ഞാൻ കളിക്കുകയും ചെയ്യും. പൈസ അങ്ങേര് ചിലപ്പോ അടുത്തവണ വാക്കറിൽ വന്നാലും ഇവർ സപ്പോർട്ട് ചെയ്യും, എനിക്ക് ഉറപ്പാണ്. അങ്ങേര് അവിടെ വാക്കറിൽ വന്നാലും അങ്ങേര് ക്രച്ചസിൽ വന്ന് നിന്നാലും അവര് സപ്പോർട്ട് ചെയ്യോടാ, എനിക്ക് ഉറപ്പാണ്. പക്ഷെ ധോണി അത് അർഹിക്കുന്നില്ല, കാര്യം അത്രയും വലിയൊരു ലെജൻഡ് കളിക്കാരനാണ്. അങ്ങേരൊക്കെ പണ്ട് അങ്ങേര് നിൽക്കുമ്പോൾ നമുക്ക് ഉറപ്പുണ്ടായിരുന്നു കളി ജയിപ്പിക്കുമെന്ന്. അങ്ങനെ റൺഔട്ട് വേൾഡ് കപ്പിൽ റൺഔട്ട് ആയപ്പോഴത്തേക്ക് നമ്മൾ എത്ര പേര് കരഞ്ഞിട്ടുണ്ട്. ആ കളി ധോണിയുടെ കയ്യിലും കൂടെ ഉണ്ടായിരുന്നു. അത് തന്നെ, അങ്ങനെ ഒരു ക്രൂഷ്യൽ വിക്കറ്റ് ആണെന്ന് വിചാരിച്ച ഒരാൾ ഇപ്പൊ ഇറങ്ങുമ്പോഴത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് അറിയാം. ചിലപ്പോ ഒരു 6 അടിക്കുമായിരിക്കും, പക്ഷെ ആ അടിയായിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം അതേ ധോണി 100 അടിക്കട്ടെ, കുഴപ്പം ഈ ഇത് തന്നെ 100 അടിക്കട്ടെ, എന്നാലും ഒരു 42 വയസ്സായി. 43 അടുത്ത വർഷം 44. 43 എന്ന് പറഞ്ഞ ഒരു ബാറ്റ്സ്മാനെ സംബന്ധിച്ചിടത്തോളം പാടാണ്. സൈറ്റ് ഇല്ല, റിഫ്ലക്സ് ഇല്ല, കിട്ടൂല. ഞാൻ കണ്ടിട്ടുള്ളത് അതും ഫാസ്റ്റ് ബോളറിനെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടല്ലേ, ഇത്രയും ഫാസ്റ്റ് എറിയുമ്പോൾ. അല്ല, പുള്ളിക്ക് തന്നെ പേടി എന്ന് വെച്ചാൽ വേറെ എവിടെയും കൊണ്ടുവന്നോ പുള്ളി തന്നെ ഡേഞ്ചർ അല്ലേ ആദ്യം ഇറങ്ങാത്തത്. അവസാനം ഏറ്റവും കൂടുതൽ ഈ 3 സീസണിൽ ഭയങ്കര കുറവ് ബോളുകളാണ് പുള്ളി ഫേസ് ചെയ്തിട്ടുള്ളത്. അത് തന്നെ അതുകൊണ്ടാണ് അശ്വിനെയൊക്കെയാണ് നേരത്തെ ഇറങ്ങുന്നത്. അശ്വിനെ നേരത്തെ ഇറങ്ങിയിട്ടാണ് പുള്ളി ഇറങ്ങണം. അപ്പം ചെന്നൈക്കാര് തന്നെ ട്രോളി തുടങ്ങിയടാ, ഒരു സ്റ്റേഡിയത്തിനകത്ത് കുറെ മരം നട്ടു വെച്ചിരിക്കുന്ന ഒരു പടവും ഓരോ ഡോട്ട് ബോളിനും കുറച്ച് പ്രകൃതി സ്നേഹിയായി. പ്രായം കൂടിയിട്ട് എനിക്ക് ഇത്തിരിയെങ്കിലും കളിച്ചിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഗെയിലാണ്. 40-44 ഗെയിൽ അടിക്കുമായിരുന്നു. ഒരു കളിയൊക്കെ ചിലപ്പോൾ നമ്മൾ ഇതേപോലെ എഴുതി തള്ളിയാലും അങ്ങനെ അടിക്കുമായിരുന്നു. ഗെയിലിന്റെ പ്രത്യേകിച്ച് അവന് ആദ്യമേ ഉള്ള ഒരു ഫിസിക് ഉണ്ട്, അതില് എങ്ങനെയെങ്കിലും കണക്ട് ആയ 6 അത് ചെറിയ 6 ഒന്നുമല്ല, ഫ്ലാറ്റ് 6 ഒന്നുമല്ല, അങ്ങനെ അടിക്കുന്ന സ്റ്റേഡിയത്തിന്റെ പുറത്തൊക്കെയാണ്. ആടാ ഗെയിലിനെ പറയാമല്ല, 365 ദിവസവും പല ലീഗിലായിട്ട് കളിച്ചോണ്ടിരുന്ന മനുഷ്യനാണ്. പിന്നെ വേറൊരു സാധനമുണ്ട്, ഈ മാജിക്കലി ധോണി ജയിപ്പിക്കും എന്നുള്ളൊരു ചിലരുടെ ഒരു അതിപ്പോഴും വെച്ചോണ്ടിരിക്കുന്നവരുണ്ട്. അത് മോശമാണെന്ന് തന്നെയാണ് കാര്യം. 6 ബോൾ 6 6 അടിക്കാൻ ഇങ്ങനെ കൊണ്ട് പറ്റൂല. അല്ലെങ്കിൽ ഒരു ഓവറിൽ 3 6 അടുപ്പിച്ചടിക്കാന്ന് പറഞ്ഞാൽ 3 അടിക്കായിരിക്കും, 4 അടിക്കും. പുള്ളിയുടെ പ്രൈമില് കളിക്കും, പ്രൈമില് അത്ര ചിലപ്പോ 6 6 തന്നെ ചിലപ്പോ അടിക്കും. പക്ഷേ ഇപ്പോഴത്തെ അടിച്ചിട്ടുണ്ട്, അക്സറിനാണെന്ന് തോന്നുന്നു ഒരു അടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രായത്തിനല്ല പറയണം, 41-ലും കളിക്കാൻ പറ്റുമെങ്കിൽ കളിക്കുന്നതിൽ ഒരു പ്രശ്നവും. ഇപ്പൊ താമ്പയെ കളിച്ചിട്ടില്ലേ, 40-45 നല്ലോണം എറിഞ്ഞിട്ടില്ലേ, പക്ഷെ കളിക്കുമെങ്കിൽ കളിക്കട്ടെ. അതെ, വാട്ടെവർ, സ്പിന്നറോ ബാറ്റ്സ്മാനോ എന്തെങ്കിലും. പക്ഷെ അങ്ങനെ ഫോം ആണെങ്കിൽ കളിക്കട്ടെ. പക്ഷെ ഔട്ട് ഓഫ് ഫോം ആണെങ്കിൽ ഈ ഒരു സീസൺ ഇനിയും കിടക്കുകയല്ലേ, നമുക്ക് നോക്കാം എങ്ങനെ ഫോം ആയാലോ. ഒരു 3 കളി ജയിപ്പിച്ചാലോ. അവര് ചിലപ്പോ ടീം, എനിക്ക് ആ പഞ്ചാബിന്റെ കളിയിൽ സത്യമായിട്ട് ഞാൻ ചിലപ്പോ വിചാരിച്ചു ചെറിയൊരു പ്രതീക്ഷ ഉണ്ട് ജയിപ്പിച്ചറിയില്ല. അങ്ങേര് അടിച്ചായിരുന്നു. ഹോപ്പ് വന്ന എനിക്ക് സന്തോഷമൊക്കെ തോന്നുന്നു ധോണി അടിച്ചോണ്ടപ്പോ ചോദിച്ചാൽ കൊള്ളാല്. സിഗ്ന ഔട്ടായോണ്ട് ധോണി കളിക്കണം കാണാനൊക്കെ രസമുണ്ട്. പക്ഷേ ഈ ധോണി മറ്റേ നിന്നാ തന്നെ ആൾക്കാർ ആവേശം, ഔട്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ധോണിയോടുള്ള ഹേറ്റിനേക്കാൾ ആൾക്കാരോടുള്ള ഹേറ്റാണ് നിങ്ങൾക്കുള്ളത്. ആൾക്കാരോട് അങ്ങനെ ഫാൻസ് ആവരുത്, ഫാൻസിനോടുള്ളൊരു ഇതാണ്. അല്ലടാ, അവര് ഫാൻസ് കൊറേയൊക്കെ മാറി. മറ്റേ കൊച്ചു പിള്ളേരത്തൊക്കെ ചോദിക്കുമ്പോ അവന്മാര് പറയുന്നത് ടീമൊക്കെ മാറ്ററായെന്നാണ് പറഞ്ഞത്. അല്ല, ഒരു പുള്ളി വന്ന് മാജിക്കലി ജയിപ്പിക്കുമെന്ന് പറയുന്ന സാധനം ഇപ്പൊ ഒരു ക്രിക്കറ്റ് ആസ്വാദകന്, ഒരു ഫാനിന് ഈ കളി കാണുമ്പോ നമുക്ക് വളരെ വിഷമം തോന്നും. കാരണം ഒരു അത്രയും എന്ന് വെച്ചാൽ ചുമ്മാ ആർക്കാനും എന്ന് വെച്ചാൽ ധോണിയെ മാത്രം ഇങ്ങനെ വെക്കണതേ. ഒരു ക്രിക്കറ്റ് ഒരു കളി നന്നായിട്ട് കാണുന്ന അങ്ങനെ പെർസ്പെക്റ്റീവിൽ നമ്മൾ കളി കാണൂലേ, ആ ഒരു രസമുള്ള കളി. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ അതിനൊരു പൂർത്തി ഇല്ലാത്ത പോലെ ഒരു ദേഷ്യം തോന്നും.
ലേശം തോന്നും. എന്റെ ഇപ്പൊ ക്ലബ് ക്രിക്കറ്റ് അങ്ങനെ നീ പറഞ്ഞ പോലെ ആളെ ആരെങ്കിലും അവർക്ക് ഓക്കെ ആണെങ്കിൽ ചെയ്യാം, ഓക്കെ. പക്ഷെ നമ്മളൊരു ക്രിക്കറ്റ് ഫാനിന് അത് കാണുമ്പോ എന്റെ പെർസ്പെക്റ്റീവില് ഈ ധോണിയെ മാത്രം അക്യൂസ് ചെയ്യുന്നതിൽ കാര്യം ഹോൾ ടീം ഒരു ബുൾഷിറ്റ് ടീമാണ്. എടാ ധോണിയെ അക്യൂസ് ചെയ്യണം, അവരെ അക്യൂസ് ചെയ്യണം. ധോണിയുടെ തലയിൽ മാത്രം ആയിട്ടുള്ളൊരു അല്ല, വേറെ കാര്യമുണ്ട്. നീ ഇപ്പൊ വേറൊരു സിനാരി ആലോചിച്ച് നോക്ക്. ധോണി അല്ലാതെ ബാക്കിയല്ലാതെ നല്ല ഫോമിലാണ്, ധോണിക്ക് ബാറ്റ് ചെയ്യേണ്ടി വരൂല എങ്കിൽ ഇവിടെ ആരെങ്കിലും ഇരുന്ന് കുറ്റം പറയില്ല, ഒരിക്കലും പറയില്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഇമ്പാക്ട് പ്ലെയർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും കൂടെ ഉള്ളതുകൊണ്ട് ധോണി ഒഴിവാക്കി നിർത്താൻ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ വിക്കറ്റ് കീപ്പിന് മാത്രം ഇമ്പാക്ട് പ്ലെയർ അങ്ങനെയല്ല. ബാറ്റിങ്ങിന് ഞാൻ പറഞ്ഞ ഇപ്പൊ ബാറ്റിംഗ് ഇന്നലെ കൂടെ ഇറക്കി അതുപോലെ നല്ല ബാറ്റ്സ്മാൻ ആയിരുന്നെങ്കിൽ എങ്കിൽ ധോണി ഒരിക്കലും ഈ പഴി കേൾക്കേണ്ടി ഇല്ല. കഴിഞ്ഞ വർഷം വലിയ പ്രശ്നമില്ലായിരുന്നു. അപ്പൊ ശരിക്കും മാനേജ്മെന്റ് മനസ്സിലാക്കി ചെയ്യണമായിരുന്നു ധോണിയെ കൊണ്ട്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴ് ധോണി പണ്ട് ഇപ്പം അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ ധോണി അങ്ങനെ കളിച്ച് കുറച്ചൊക്കെ എത്തിച്ചിട്ടില്ലേ, തകർന്നടിഞ്ഞ് ഇന്ത്യൻ ടീം. അങ്ങനെ ഇപ്പൊ ധോണിക്ക് അങ്ങനെ ഒരു സാഹചര്യം ടീമിന് വന്നപ്പോ ധോണിക്ക് ഒരു ഏഴാമത് നിന്നിട്ട് കളിച്ചെടുക്കാൻ പറ്റുന്നില്ല. KKR-ലൊക്കെ ഈ സ്ഥാനത്ത് റിങ്കു സിംഗ് ആണ് ഇറങ്ങണം, യങ്സ്റ്റർ ആയിട്ടുള്ള റിങ്കു സിംഗ്. അപ്പോൾ ആ ഒരു സ്ഥാനത്താണ് ധോണി ഇരിക്കണം. അത് തന്നെടാ, 2020 സംബന്ധിച്ചിടത്തോളം 20 ഓവർ കളിക്കാന്ന് പറഞ്ഞാൽ ഒരു 3 ബാറ്റ്സ്മാൻമാർ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ അങ്ങനത്തെ ഒരു ബാറ്റ്സ്മാൻമാര് എടുത്തിട്ടില്ല. അങ്ങനെ ഒരു ത്രിപാഠി, ഇവർ രണ്ടുപേരും വിജയ് ശങ്കർ കിടക്കട്ടെ, അത് 2 പ്രാവശ്യം ക്യാച്ച് കിട്ടും. മറ്റേ ആദ്യം 68 റൺ എടുത്തത് 5 പ്രാവശ്യം കൂടെ ക്യാച്ച് കിട്ടും. എടാ ഞാൻ ചോദിക്കണം, നമ്മൾ ഈ കേട്ടിട്ടുള്ള പേരായോണ്ടല്ലേ വിജയ് ശങ്കർ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ. അതിനേക്കാൾ എത്രയോ നല്ല ഡൊമസ്റ്റിക് പ്ലേയേഴ്സ് ഉണ്ട്. പ്രിയാൻ സാരി ആർക്കെങ്കിലും അറിയായിരുന്നു? അവന്റെ ഇന്നിങ്സ് ഉണ്ടോ സെഞ്ചുറി? അതുപോലെ പുതിയ പിള്ളേരെ എടുക്കാറുണ്ടല്ലോ. ഇവര് ഇത് എടുക്കേണ്ട ആവശ്യം. ദീപക് കൂടെ കുറെ സീസൺ ആയിട്ട് നോക്കുകയാണെങ്കിൽ അൾട്ടർ ഫെയിലിയർ ആയിട്ടാണ് കളിക്കുന്നത്. എന്നിട്ട് പിന്നെ അശുതോഷിനും എല്ലാം എടുത്തിരുന്നില്ല, നല്ല ഇമ്പാക്ട് ഉണ്ടായിരുന്നു. അതുപോലത്തെ ടീമുകള് ഫിനിഷർ ആയിട്ട് ധോണി ഇപ്പോഴും ജഡേജ അല്ലല്ലോ, ബാക്കിയുള്ള സ്ഥാനത്ത് ഹെഡ്മേയർ, പിന്നെ റിങ്കു സിംഗ്, അങ്ങനെയുള്ള കിടിലം പിള്ളേരാണ്. 28 വയസ്സുള്ള 22 വയസ്സുള്ള. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 43 വയസ്സുള്ള ഫിനിഷറായിട്ട് ഒരു 180 കിടക്കുമ്പോ ഒരു 220 എത്തിക്കാൻ പറ്റണ്ടേ, എങ്കിലല്ലേ ജയിക്കും. ഞാൻ പറഞ്ഞ വെച്ചാൽ ഋതുരാജിന് വരെ അവര് നല്ലൊരു ടൈലൻഡർ എടുക്കണേന്ന് നല്ല. ഞാൻ വിചാരിച്ചു ഋതുരാജിന് ആകെ അവനിപ്പോ കളിക്കാൻ പറ്റൂലല്ലോ അല്ലേ? അല്ല, ഇപ്പൊ നമ്മള് ആയിട്ടുള്ള ഏതെങ്കിലും എക്സ്പ്ലോസീവ് ഇപ്പൊ ഒരാളെ കിട്ടും ചിലപ്പം എടുക്കാൻ കളിക്കുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് അറിയാമോ, ഒരു പവർ പ്ലേയില് 60 റൺ 65 റൺ എടുക്കണ ആള് അവിടെ ഇല്ല. 40 റൺ 38 റണ്ണൊക്കെയാണ് എടുക്കണം. ഷാ ഇപ്പൊ ഡൊമസ്റ്റിക്കിൽ പക്ഷെ എനിക്ക് ഇപ്പൊ അറിഞ്ഞുകൂടാ. കഴിഞ്ഞ വർഷം എടുത്തില്ല. നന്നായിട്ട് കളിച്ചാണ് ഇപ്പോഴും. പഞ്ചാബിലല്ലായിരുന്നു, എനിക്കറിയാം, വലിയ കളിയൊന്നും ഇല്ലായിരുന്നു. ഷായൊക്കെ കളിച്ചു വരാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്, ബാക്ക് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ്. ഇപ്പൊ ചെറിയ പൈസക്കാണെങ്കിൽ എടുത്തുകൊണ്ട് വെച്ച് ടീമിൽ വെറുതെ ഇട്ടാലും ചിലപ്പോ ഒരു എന്തായാലും അർഹിക്കുന്ന ഇതിൽ അർഹിക്കുന്ന ആളാണ്. പൃഥ്വി ഷോയെ അങ്ങനെ ഒഴിവാക്കി നിർത്തേണ്ട. അല്ല, ഒരു ഭയങ്കര കാലിബറുള്ള സച്ചിൻ പ്ലസ് ലാറ എന്നൊക്കെ പറഞ്ഞ ഒരു പ്ലെയർ ആണ്. ഗില്ലിനും കിട്ടിയിട്ടുള്ള ഒരു ഇതൊന്നും ബാക്കപ്പ് ഒന്നും ശരിക്കും പറഞ്ഞ ഋതുരാജിന് പകരം നല്ലൊരു ആള് വന്ന് ഇവര് കേറി വന്നാലോ സാധ്യതയുണ്ട്. ധോണി ക്യാപ്റ്റനായി കയറി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അടുത്ത വർഷം അവൻ തന്നെ ക്യാപ്റ്റനും. 5 വർഷം കപ്പടിച്ചാലോ പറയാൻ പറ്റുമോ? പഠിക്കണ്ട, കുറച്ചുകൂടി ജയിക്കട്ടെ. ഇപ്പൊ കപ്പടിക്കട്ടെ, പക്ഷേ കപ്പടിച്ചാലും ഈ ഒരു ഫാക്ടർ ഉണ്ട്. അല്ല, ഇപ്പൊ നമ്മള് പറഞ്ഞതിൽ തന്നെ കാണുന്ന എത്ര പേർക്ക് എതിരഭിപ്രായം ഉണ്ടാവും. അവര് പറഞ്ഞ ചിലപ്പോ ധോണിയെ സപ്പോർട്ട് എത്ര പേര് കാണും. ധോണി സപ്പോർട്ട് ചെയ്യുന്ന പ്രശ്നം സപ്പോർട്ട് അതാണ് ഞാൻ ഈ പറഞ്ഞ മാനേജ്മെന്റ് കയ്യിലാണ് ഞാൻ ഏറ്റവും കുറ്റം. ഒരു നല്ല ടീം എടുത്ത് വെക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ ഇപ്പം അങ്ങനെ ഇമോഷൻ മാത്രം നോക്കി ചെയ്യരുത്. അങ്ങനെ നോക്കണേ യുവരാജൊക്കെ അവസാനമൊക്കെ ബെഞ്ചിലിരുത്തിയില്ലേ? എത്ര പ്രാവശ്യം മുംബൈയിൽ ബെഞ്ചിലിരുത്തി. അതാണ് പറഞ്ഞത്. ഇപ്പൊ ധോണിയെ ബെഞ്ച് ഇരുത്തിയാ പകരം ഇറക്ക ആളുണ്ടാവും. വേറെ ആളില്ല.
ഇർഫാൻ പത്താനെയൊക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ട് എത്ര നാള് ചുമ്മാ ഇരുത്തിയിരുന്നു വെള്ളം കൊടുക്കാൻ. പക്ഷെ വേറെ ആളില്ലല്ലോ ഇപ്പൊ ഇതിൽ ഈ ടീമിൽ വേറെ അല്ലെങ്കിൽ ഇവര് CSK ചടങ്ങിന് വേണ്ടി ഇറങ്ങണം, ഒരു ടീമായിട്ട് ജസ്റ്റ് കളിച്ചിട്ട് പോവാ, അത് മാത്രമേ. നമുക്ക് എന്തായാലും ഫെയർ പ്ലേ അവാർഡ് കിട്ടും, അത്രേ ഉള്ളൂ. ഫസ്റ്റ് CSK ഫാനിന് വരെ പ്രതീക്ഷയില്ല, ജയിക്കൂടാ ചിലപ്പോ, ഇനി വിചാരിച്ചാലും പോരെ. ഈ ഒരു പോസിറ്റീവ് ജയിച്ചില്ലേ? മുംബൈ അല്ല, അടിവാരത്താണ്. അടിവാരത്ത് SRH തൊട്ട് മുകളില് ഇവര് മുംബൈ കൂട്ടുണ്ട്, മുംബൈ തൊട്ട് മുകളിലുണ്ട്. അതിന് മുകളിൽ രാജസ്ഥാനിലെ പഠിത്തം കഴിക്കുമ്പോ മുകളിൽ കയറും, അത് വേറെ കാര്യം. രാജസ്ഥാന് അത്രയും ഫാൻ ഫോളോയിങ് ഉള്ള ടീമല്ല, എങ്കിലും ഉണ്ട്, കൾട്ട് ഫോളോയിങ് ഉണ്ട് കുറച്ച് പേര്. കേരളത്തിൽ നിന്ന് ഞാൻ ഫാൻ ഫോളോയിങ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഞാൻ ഇൻസ്റ്റാഗ്രാം വഴി തപ്പി. ഏറ്റവും കൂടുതൽ ബാംഗ്ലൂരിനാണ് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ്, പിന്നെ CSK, അതെ, പിന്നെ മുംബൈ, പിന്നെ CSK. അവര് മൂന്നുപേരും. ബാംഗ്ലൂരിനാണ് കുറവുള്ളത്. പഞ്ചാബിനും LSGയും പഞ്ചാബും ഏറ്റവും കുറവ്. അല്ല, ഏറ്റവും ലോയൽ ഫാൻസ് ഉള്ളത് RCBക്കാണ്. RCBക്ക് അത് ശരിയാ. എത്ര നാളുകൊണ്ട് ഈ സാല കപ്പ് നമ്മള് 18 വർഷമായി. ഇത്തവണ ഒരു ആദ്യത്തെ 4 എത്തും. ചിലപ്പോ പഞ്ചാബിന്റെ കൂടെ RCB കപ്പടിക്കാൻ തോന്നും. പഞ്ചാബിന്റെ കൂടെ തോറ്റ് പുറത്താവും. എനിക്ക് എന്റെ ഒരു ഇത് പറയുന്നത് ചിലപ്പം രാജസ്ഥാൻ തന്നെ. അത് ഇച്ചിരി കടുത്തുപോയി. പഞ്ചാബ് കപ്പടിക്കോളാം, കുഴപ്പമില്ല. അല്ല, രാജസ്ഥാനിൽ കുറച്ചൊരു ഫോമായ കേറാന്നുള്ള ജയ്സ്വാളൊന്നും കളിച്ചിട്ടില്ല. ജയ്സ്വാൾ കളിച്ചിട്ടില്ല, ഹെറ്റ്മയർ പരാഗ് അടിക്കുന്നുണ്ട്. ഫൈനലിസ്റ്റ് ആരൊക്കെയായിരിക്കും? ഫൈനലിസ്റ്റ് ഞാൻ 2 ടീം പറഞ്ഞ RCB അതും കൂടെ പറഞ്ഞ നമുക്കിത് നിങ്ങളുടെ പ്ലേ ഓഫ് കൂടി നിങ്ങൾ പറയാം. ഇത് നോട്ട് ചെയ്ത് വെക്കണം, എന്നിട്ട് കളി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനൊന്ന് അവലോകനം. ഞാൻ സത്യം പറഞ്ഞ ഈ വർഷം IPL ഉണ്ട് ഭയങ്കര കുറവാ. അത് കുഴപ്പമില്ല, ഇയാളെ കൊണ്ട് പറഞ്ഞത്. അതിന് മുമ്പേ അങ്ങ് മറ്റേ ഗുജറാത്ത്, പിന്നെ RCB, പിന്നെ പഞ്ചാബ്, 4ാമത് CSK. അതില് പോയി. അതിന് നീ പറ. എനിക്ക് തോന്നുന്നു RCB ഇത്തവണ കയറും, ഡൽഹി ചാൻസ് ഉണ്ട്, പഞ്ചാബ്, പിന്നെ എന്റെ ടീം രാജസ്ഥാൻ. രാജസ്ഥാൻ, ലക്നൗ, പഞ്ചാബ്, ഡൽഹി. ലക്നൌ പിടിച്ചേക്കാണ്. ഞാൻ പറഞ്ഞത് GT, പഞ്ചാബ്, ഡൽഹി, RCB. SRH ആരും പറഞ്ഞിട്ടില്ല. ചിലപ്പോ കളിച്ച് വരും, അവന്മാരെ ബാറ്റിംഗ് ലൈനോ ഭയങ്കര കിട്ടില്ല. SRH ജയിക്കണമെങ്കിൽ 2 പേര് വിചാരിച്ചാൽ മതി, അഭിഷേക് ശർമ്മയും ഹെഡും. അങ്ങനെ കേറി വരാനുള്ള ടീമാണ്. കളഞ്ഞോ കിഷൻ? അടുത്ത സീസണിൽ ഒരു സെഞ്ചുറി പ്രതീക്ഷിച്ച. കാൾസൺ അല്ല, ക്ലാസിൻ. കാൾസൺ മറ്റേ ചെസ്റ്റ് പ്ലെയർ അടിച്ച് വേളയിൽ വരൂലേ, ഒരു സ്പിന്നറിനെ കൊണ്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഫുള്ള്. യവന്മാര് 250 എടുത്ത് 251 കൊടുക്കാൻ പറ്റിയ ബോളർമാരാണ്. അതില് ഇത് ഇവരൊക്കെ ഇല്ലേ, നടരാജൊക്കെ ഇല്ല. അവര് നടരാജൊന്നും ഇല്ല, നടരാജ് ഇല്ല, ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. നടരാജ് ഡൽഹിയില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇത് പറയുക, എന്താണ് നിങ്ങളുടെ പ്ലേ ഓഫ് ആരൊക്കെയാണെന്ന് പറയുക. അതുപോലെ തന്നെ ചെന്നൈ എങ്ങനെ രക്ഷപ്പെടുത്താം, ധോണി സ്റ്റിൽ വേണോ, അടുത്ത വർഷം ചെന്നൈയെ രക്ഷപ്പെടുത്താനുള്ള പ്രതിവിധികളുമായി എന്നിട്ട് നമുക്ക് ആ പ്ലാൻ നമുക്ക് ചെന്നൈ മാനേജ്മെന്റിന് അയച്ചു കൊടുക്കും. അതെ അതെ, ധോണി ഇനി തുടരണോ, സച്ചിൻ തിരിച്ചു വരണോ മുംബൈക്ക് വേണ്ടി. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക അല്ലേ. ഇനി വേറൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് അടുത്ത ഇതിൽ കാണാം. ബൈ.